بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اتقوا الله حيثما كنتم. ആദരണീയനായ അധ്യക്ഷൻ, ആമുഖ ഭാഷണമെന്ന നിലക്ക് ഒരു വിഷയത്തെ തന്നെ കൃത്യമായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച വിസ്ഡം സ്റ്റുഡൻസ് വിങ്ങിന്റെ സംസ്ഥാന അധ്യക്ഷൻ അർഷദ് അൽ ഹിക്കമി, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, അതുപോലെ സ്റ്റേജിലും സദസ്സിലുമായിരിക്കുന്ന പണ്ഡിതന്മാരെ, നേതാക്കന്മാരെ, ഈ നാടിന്റെ പരിസരത്തുള്ളൊരു പ്രബോധന പ്രവർത്തനമെന്ന നിലക്ക് ഈ പ്രവർത്തനത്തെ വീക്ഷിക്കാൻ എത്തിച്ചേർന്ന വ്യത്യസ്തമായ യൂണിറ്റിലെ പ്രതിനിധികളെ, സൂചിപ്പിച്ചതുപോലെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ കേരളക്കരയിലെ മുക്കുമൂലകളിൽ അള്ളാഹുവിന്റെ ദീനിന്റെ യഥാർത്ഥ മുഖം ആളുകളെ കേൾപ്പിക്കുന്നതിനു വേണ്ടിയുള്ള വ്യത്യസ്തമായ സംരംഭങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പാനൂർ മണ്ഡലത്തിന്റെ കീഴിൽ കടവത്തൂരിന്റെ ഹൃദയഭാഗത്ത് ഈ അർത്ഥത്തിലുള്ള ഒരു സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പലരും പല തിരക്കിലാണെങ്കിലും ഈ ദഅവ പ്രവർത്തനത്തിൽ പങ്കാളികളാകാൻ എത്തിച്ചേർന്ന എന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠന്മാരെ, പണ്ഡിതന്മാരെ, സൂചിപ്പിച്ചതുപോലെ നമ്മുടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷരീഫ് അടക്കമുള്ള എല്ലാവരും. അപ്പോ സഹോദരങ്ങളെ, ഈ അർത്ഥത്തിലുള്ള എല്ലാ വ്യക്തിത്വങ്ങളെയും ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളുടെ മുന്നിലേക്ക്, അല്ലെങ്കിൽ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. കടവത്തൂരിൽ ശബ്ദം കേൾക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെതല്ലാത്ത ആളുകൾ, വ്യത്യസ്തമായ മത പ്രസ്ഥാനങ്ങളിലും സംഘടനകളിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അതിന്റെ ഭാരവാഹികളായ ആളുകൾ, നേതാക്കന്മാർ, പണ്ഡിതന്മാർ, അവരെ എല്ലാവരെയും ഒരു ചെറിയ സമയം, ഒരു 1.5 മണിക്കൂറിനുള്ളിൽ ഒതുങ്ങുന്ന ഈ സംസാരത്തെ വീക്ഷിക്കുന്നതിന് വേണ്ടി ഈ സംസാരം നിർവഹിക്കുന്ന ഒരു എളിയ സുഹൃത്ത് എന്ന നിലക്ക് നിങ്ങളെ ഹാർദമായി ഈ വേദിയിലേക്ക്, പരിസരത്തേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യും. ഇവിടെ അർഷദ് അൽ ഹിക്കമി ദീർഘമായ ഒരാമുഖം, ഒരു വിഷയ ബന്ധിതമായി നിങ്ങളുടെ മുമ്പാകെ കേൾപ്പിച്ചു കഴിഞ്ഞു. നമ്മുടെയൊക്കെ ജീവിതം വളരെ നൈമിഷികമാണ്, നശ്വരമാണ്, ചെറുതാണ് എന്ന് ഏത് സമയത്തും നമ്മെ തിരിച്ചു വിളിക്കാവുന്ന ഒരു മരണമെന്ന് പറയുന്ന യാത്രയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കം നമ്മൾ നടത്തണമെന്ന്
ആ സംസാരത്തിലൂടെ നമ്മുടെ ഹൃദയത്തിലേക്ക് അറിയുന്ന കാര്യമാണെങ്കിലും ഒരിക്കൽ കൂടി അത് ബോധ്യമായി. സഹോദരങ്ങളെ, കേവലം ഒരു 60-70 വർഷക്കാലമാണ് നമ്മുടെ ശരാശരി ജീവിതകാലമെന്ന് കളവ് പറയാത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ബോധ്യപ്പെടുത്തിയതാണ്. ഒരു 60 കൊല്ലം, ഒരു 70 കൊല്ലം, അതിനപ്പുറം ലഭിക്കുന്നതൊക്കെ നമുക്ക് ലഭിച്ച പ്രത്യേക ആനുകൂല്യമാണ്, ബോണസാണ്. അപ്പോൾ 60 കൊല്ലം അല്ലെങ്കിൽ 70 കൊല്ലം കാലത്തെ ഇവിടുത്തെ ജീവിതത്തിന് വേണ്ടിയാണ് ഞാനും നിങ്ങളും ഈ നെട്ടോട്ടമോടുന്നത്, ഈ ക്രയവിക്രയങ്ങളിൽ ഏർപ്പെടുന്നത്, ഈ കച്ചവടങ്ങളിൽ ഏർപ്പെടുന്നത്, ഈ ബിസിനസ്സിൽ ഏർപ്പെടുന്നത്. ഇവിടെ പറഞ്ഞല്ലോ, നമുക്ക് വേണ്ടിയുള്ള കഫൻ പുടവ പോലും ഒരുപക്ഷെ നമ്മുടെ ബെഡ്റൂമിൽ, നമ്മുടെ അലമാരയിൽ സൂക്ഷിച്ചു വെച്ച അവസ്ഥയിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. നോർമൽ, നിങ്ങളൊക്കെ കേട്ടതുപോലെ സാധാരണഗതിയിൽ ഒരു സെക്കൻഡിൽ 3 പേർ മരിച്ചു വീഴുന്നു എന്ന കണക്ക് നിങ്ങൾക്കൊക്കെ അറിയാം. ഒരു സെക്കൻഡിലാണ് 3 പേർ മരിച്ചു വീഴുന്നത്. ഒരു മിനിറ്റിൽ 180 പേരാണ് അത്ര ലോകത്ത് മരിച്ചു വീഴുന്നത്. ആയിരക്കണക്കിന്, 10,000-കണക്കിന് മനുഷ്യരാണ് മണിക്കൂറുകൾ കൊണ്ട് ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ മനുഷ്യന്റെ നൈമിഷികതയെ, നശ്വരതയെ ബോധ്യപ്പെടാൻ വേറെ കുറെ ഉദാഹരണങ്ങളുടെ ആവശ്യമില്ല. ഉണ്ടോ? കടവത്തൂർ എന്ന് പറയുന്ന ഉത്ബുദ്ധമായ ഈ നാടിന്റെ ചുറ്റുഭാഗങ്ങളിൽ നിന്ന് നമ്മെ വിട്ട് പിരിഞ്ഞു പോയ എത്രയോ മനുഷ്യരെ നമ്മൾ ഓർക്കുമ്പോ ഇന്നല്ലെങ്കിൽ നാളെ ആ കബറിലേക്ക്, ആരണി മണ്ണിലേക്ക്, കടവത്തൂരിന്റെ കബർസ്ഥാനിലേക്ക് പോകാനുള്ളവരാണ്. ലോകത്തിന്റെ നാനാഭാഗത്ത് വെച്ച് ഞാനും നിങ്ങളും വിട പറയാനുള്ളവരാണ്. ഈ പ്രദേശത്തെ 40 വയസ്സ് പോലും തികഞ്ഞിട്ടില്ലാത്ത ഒരാളുടെ മരണം വിദേശത്ത് വെച്ച് നടന്ന് ആ മയ്യത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് നമ്മൾ കേട്ടു. അല്ലാഹു മഗ്ഫിറത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ, മർഹമത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇവിടെ ഇരിക്കുന്ന സഹോദരിമാരെ, നിങ്ങളുടെ കൂടെ പഠിച്ചവർ, ഇപ്പുറമിരിക്കുന്ന ജേഷ്ഠാനിയന്മാരെ, നിങ്ങളുടെ സഹപാഠികൾ, നിങ്ങളുടെ കൂടെ ജോലി ചെയ്തവർ, നിങ്ങളുടെ പാർട്ട്ണർമാരായി ജീവിച്ചവർ എല്ലാവരും ഉണ്ടോ ഇന്ന് നാട്ടിൽ? ഇല്ല, അവർ നമ്മെ വിട്ട് പിരിഞ്ഞു പോയി. അങ്ങനെ ആമുഖമാണ് ഇവിടെ ദീർഘമായി നടന്നിട്ടുള്ളത്. നശ്വരമായ, നൈമിഷികമായ ഈ ലോകത്തിന്റെ പലപലപ്പ് കണ്ട് ഓടി നടന്ന് വരാനിരിക്കുന്ന പാരത്രികമെന്ന് പറയുന്ന ലോകത്തെ മറന്നു പോകുന്ന മനുഷ്യരുടെ ബുദ്ധിയില്ലായ്മയെ ഞാനും നിങ്ങളും ചിന്തിച്ചുകൊണ്ട് നാം ബുദ്ധിയുള്ളവരായി മാറണമെന്ന തത്വപൂർണമായ ഒരു സന്ദേശമാണ് കഴിഞ്ഞ പ്രസംഗത്തിൽ ഇവിടെ കേൾക്കാനിടയായത്. എന്നാൽ പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ, നമ്മൾ ഭാഗ്യവാന്മാരാണ്. നമ്മുടെ കൈകളിലേക്ക് സർവശക്തനായ, പ്രപഞ്ചത്തിന്റെ നാഥനായ, ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് നമ്മുടെ കൈകളിലേക്ക് അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വഴി നമ്മുടെ കൈകളിലേക്ക് എത്തിയിട്ടുള്ളത് അള്ളാഹുവിന്റെ കലാമാകുന്ന ഖുർആനാണ്. ആ ഖുർആനിനെ ജീവിച്ച്, വിശദീകരിച്ച്, പ്രവർത്തിച്ച്, പറഞ്ഞ്, കേൾപ്പിച്ച് ആളുകൾ ചെയ്യുന്നത് ശരിയാണെങ്കിൽ സമ്മതം മൂളി അങ്ങനെ ജീവിതത്തിന്റെ ഒരു ഇസ്ലാമികമായ പാതയം എങ്ങനെയാകണമെന്ന് കാണിച്ചു കൊടുക്കാൻ 23 വർഷക്കാലം അള്ളാഹുവിന്റെ ദൂതരായി മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അറേബ്യൻ മണ്ണിൽ അവരുടെ കൂടെ ജീവിച്ചു. ലോകം അവസാനിക്കുന്നത് വരെ ആ സന്ദേശം തെറ്റുകളില്ലാതെ കൈമാറി പോകാനുള്ള ഒരു സംവിധാനം ലോകത്ത് അള്ളാഹു വെച്ചു. ഖുർആൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സംസാരമാണ്. കലാമുല്ലാഹി അൽ മുനസ്സൽ അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിവാസിതത്തി ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പണ്ഡിതന്മാർ അതിന് വ്യത്യസ്തമായ നിർവചനങ്ങൾ നൽകുന്നു. ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിന്റെ സംസാരം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുഖേന നമ്മുടെ നേതാവായ തങ്ങളായ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് അള്ളാഹുവിന്റെ സംസാരം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുഖേന
എത്തിയിട്ടുള്ള ഈ സംവിധാനമാണ് ഖുർആൻ. ആ ഖുർആനിൽ പിഴവുണ്ടാവില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് നമ്മൾ. 6236 വചനാമൃതങ്ങളും അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ളതാണ് എന്ന് 100% ഉറച്ചു വിശ്വസിക്കുന്നവരാണ്. അത് ലോകത്തിന്റെ മുമ്പിൽ സധൈര്യം പ്രഖ്യാപിക്കുന്നവരാണ് നമ്മൾ. ഇതാ അള്ളാഹുവിന്റെ ഖുർആൻ ആർക്കും വായിച്ചു നോക്കാം. ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് തുറന്നു നോക്കാം, അമുസ്ലിങ്ങൾക്ക് തുറന്നു നോക്കാം, നിരീശ്വരവാദികൾക്ക് തുറന്നു നോക്കാം, ലിബറലിസ്റ്റുകളായി അറിയപ്പെടുന്നവർക്ക് തുറന്നു നോക്കാം. പ്രകൃതി വിരുദ്ധമായി ഒരു വചനം അള്ളാഹുവിന്റെ കലാമിൽ ആർക്കും കാണിക്കാൻ നിർവാഹമില്ല. ഇല്ല, അശാസ്ത്രീയമായ ഒരു പദപ്രയോഗം ഖുർആനിൽ ഒരാൾക്കും കൊണ്ടുവരാൻ കഴിയില്ല. മാത്തമാറ്റിക്സിന്റെ കൂട്ടിമുട്ടലുകൾ ഖുർആനിന്റെ ഒരു വചനാമൃതങ്ങളിലും ആർക്കും കാണിക്കാൻ കഴിയില്ല. ബയോളജിക്കെതിരായി ഇല്ല, ഫിസിക്സിനെതിരായി ഇല്ല, പ്രിയപ്പെട്ടവരെ കെമിസ്ട്രിക്കെതിരായി, ഇവിടുത്തെ ഭൗതിക ശാസ്ത്രത്തിനെതിരായി, ഏതെങ്കിലും ഭ്രൂണശാസ്ത്രത്തിനെതിരായി അള്ളാഹുവിന്റെ ഖുർആനിൽ പ്രിയപ്പെട്ടവരെ അബദ്ധത്തിന്റെ വാക്ക് അക്ഷരങ്ങൾ കാണിക്കാൻ ലോകത്തിന്ന് വരെ ഒരാൾക്കും സാധിച്ചിട്ടില്ല. ഇലാ യൗമിൽ ഖിയാമ സാധിക്കുകയുമില്ല. എന്താ കാരണം? ഇത് അള്ളാഹുവിന്റെ കലാമാണ്. മനുഷ്യ നിർമ്മിതമായ ഒരു അക്ഷരമോ വാക്കോ അതിലേക്ക് കടന്നുകൂടിയിട്ടില്ല എന്ന് ഉറപ്പിച്ച് പറയാവുന്ന ലോകത്തിലെ നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം അത് അള്ളാഹുവിന്റെ കലാമാകുന്ന ഖുർആനാണ്. ഈ ഖുർആനാണ് നമ്മുടെ കയ്യിലുള്ളത്. അതിനെ വിശദീകരിച്ചിരുന്ന പ്രവാചകൻ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മൗലീഫ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഫഇലിഹി വഖൗലിഹി വതഖരീരിഹി, അവിടുത്തെ സമ്മതങ്ങൾ, അവിടുത്തെ വാക്കുകൾ, അവിടുത്തെ പ്രവൃത്തികൾ, ദീനിന്റെ ഭാഗമായി എന്ത് ചെയ്തിട്ടുണ്ടോ എല്ലാം അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരമാണ്, അവന്റെ സമ്മതപ്രകാരമാണ്. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ല വഹ്യു യുഹാ. ഇല്ല, വഹ്യ് കിട്ടാതെ ദീനിന്റെ ഒരു കാര്യവും, അള്ളാഹുവിന്റെ നിർദ്ദേശം കിട്ടാതെ ദീനിന്റെ ഒരു ആചാരവും അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയില്ല, പഠിപ്പിച്ചിട്ടുമില്ല. അത്ര ക്ലിയറാണ് ഈ ഖുർആനിന്റെയും സുന്നത്തിന്റെയും കൃത്യമായ പാഠ. അത് നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ എന്തുകൊണ്ട് മുസ്ലിം ഉമ്മ ഈ വിഷയത്തിലൊക്കെ നമ്മൾ ഇങ്ങനെ തെറ്റിദ്ധരിച്ചു പോയി, ചിതറിപ്പോയി? പലരും പറയുന്നുണ്ടല്ലോ, ഖുർആനിന്റെ ആയത്തോതി ഇതാണ് ശരിയെന്ന് പറയുന്നുണ്ടല്ലോ, ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഈ നിലപാടാണ് ശരിയെന്ന് പറയുന്നുണ്ടല്ലോ. അള്ളാഹുവിന്റെ പ്രവാചകൻ തന്നെ മുമ്പേ നമ്മളോട് പറഞ്ഞു വെച്ചിട്ടുണ്ട്, ക്രൈസ്തവ ലോകം 71 72 വിഭാഗമാകും. ലോകത്തിലെ ഏറ്റവും വലിയ മെജോറിറ്റിയുള്ള ക്രിസ്ത്യാനികൾ 71 72 വിഭാഗമായി മാറും. ജൂതന്മാരും 71 72 വിഭാഗങ്ങളായി മാറും. എന്നിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, വസതഫ്തരികു ഉമ്മതി, എന്റെ ഉമ്മത്ത് ഭിന്നിച്ചു പോകും, ഫിർഖത്തുകളായി, കക്ഷികളായി മാറും. എത്ര? അലാ 73 ഫിർഖ, 73 കക്ഷികളായി പിരിയും. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, കുല്ലുഹും ഫിന്നാർ, എല്ലാവരും നരകത്തിലേക്കുള്ളവരാണ്. ഇല്ല മില്ലത്തൻ വാഹിദ, ഒരൊറ്റ മില്ലത്തൊഴികെ. ഉടനെ സഹാബ കിറാം ചോദിച്ചു, ആരാണ് നബിയെ ആ മില്ലത്ത്? വമൻ ഹിയ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ആ നരകത്തിലേക്കുള്ളവരാണ് എല്ലാ ടീമുകളും, ഒരു ടീം ഒഴിച്ച് എന്ന് പറഞ്ഞല്ലോ. ആ ഒരു ടീം ആരാണ് എന്ന് സഹാബ കിറാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോ ഒരു ഗ്രൂപ്പിന്റെ പേരല്ല, ഒരു ടീമിന്റെ പേരല്ല, ഒരു പ്രസ്ഥാനത്തിന്റെ പേരല്ല, കഴിഞ്ഞുപോയ ഏതെങ്കിലും പിഴച്ചുപോയ ടീമുകളെ എണ്ണി പറയുകയല്ല ചെയ്തത്. പിന്നെ രക്ഷപ്പെടുന്ന ടീമിന്റെ നിലപാട് പറയുകയാണ് ചെയ്തത്. രക്ഷപ്പെടുന്ന ടീമിന്റെ നിലപാട്, ആ നിലപാടെന്താ? മാ അന അലൈഹി അൽ യൗം വഅസ്ഹാബി, ഞാനും എന്റെ സഹാബത്തും ഇന്നേ വരെ എങ്ങനെ ഏതു നിലപാടിൽ ജീവിച്ചോ ആ നിലപാടിൽ ജീവിക്കുന്നവർ, ആ നിലപാടുമായി മുന്നോട്ട് പോകുന്നവർ. അള്ളാഹുവിന്റെ പ്രവാചകൻ ഈ വിഷയത്തിൽ എന്തു പറഞ്ഞു? സഹാബത്ത് എന്ത് പഠിച്ചു? അള്ളാഹുവിന്റെ പ്രവാചകൻ ഈ വിഷയത്തിൽ ഏത് ആയത്തോതി ഇതിനെ എങ്ങനെ വിശദീകരിച്ചു തന്നു? എന്ത് നിലപാടാണ് പറഞ്ഞു തന്നത്? അവിടെ നിൽക്കാൻ കടവത്തൂരിൽ എന്നെ കേൾക്കുന്നവരെ,
മുസ്ലിം ഉമ്മത്തിന് സാധിക്കുമോ? ഇവിടുത്തെ സമസ്തക്കും മുജാഹിദിനും തബ്ലീഗിനും ജമാഅത്തിനും മുസ്ലിങ്ങളായി അറിയപ്പെടുന്ന മുഴുവൻ മുസ്ലിങ്ങളോട് ചോദിക്കുകയാണ്, അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച നിലപാടിൽ നിൽക്കാൻ, ഒരു വിഷയത്തിൽ ഇതാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചത് എന്നറിഞ്ഞാൽ അവിടെ നിലപാട് എടുക്കുവാൻ നമുക്ക് സാധിക്കുമോ? രക്ഷപ്പെടുന്ന ടീമിൽ നമ്മൾ ഉണ്ടാകും. ഒരു ടീമിന്റെ പേരല്ല പറഞ്ഞത്, ഒരു നിലപാടാണ് നമ്മളെ പഠിപ്പിച്ചത്. 1400 വർഷങ്ങളായി കടന്നു വരുന്ന അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പ്രിയപ്പെട്ടവരെ ലോകത്ത് എവിടെ ചെന്നാലും അതുപോലെ തന്നെ നമുക്ക് കാണാൻ, കേൾക്കാൻ, ഓതാൻ കഴിയും അല്ലേ? മുസ്ലിങ്ങൾക്ക് അമേരിക്കയിൽ ചെന്നാലും, യൂറോപ്യൻ രാജ്യങ്ങളിൽ ചെന്നാലും, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ചെന്നാലും, ഏഷ്യൻ രാജ്യത്ത് വന്നാലും, നമ്മൾക്ക് ഏഷ്യൻ കൺട്രിയിലുള്ളവരാണ്. എവിടെ പോയാലും 5 വക്ത് നമസ്കാരമാണ്. എന്തേ അങ്ങനെ? അതാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. അതിന്റെ സുന്നത്തുകൾ ഇങ്ങനെയാണ്. അത് തന്നെയാണ് ലോകത്തെവിടെ ചെന്നാലും. അതെന്തേ അങ്ങനെ? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എങ്ങനെയാണ്? ലോകത്തിന്റെ നാനാഭാഗത്തു നിന്ന് ഭൂമധ്യരേഖയിൽ, ഗ്രീനിച്ച് രേഖയിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുന്ന, അള്ളാഹനെ മാത്രം ആരാധിക്കാൻ ഉണ്ടാക്കിയ ലോകത്തിൽ 1ാമത്തെ ഭവനമാകുന്ന കഅബാലയത്തിന്റെ മുന്നിലേക്ക് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബേ നിന്റെ വിളിക്കുത്തരം നൽകി ഇതാ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് തൽബിയത്ത് മുടക്കി വരുന്ന, ലോകത്തിന്റെ നാനാഭാഗത്തു നിന്ന് വരുന്ന ആളുകൾക്ക് ചെയ്യാനുള്ള ഉംറയുടെ കർമ്മം, ഹജ്ജിന്റെ കർമ്മം, ഒരേ കർമ്മങ്ങളാണ്, മാറ്റമില്ല. എന്താ കാരണം? അതാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അതുപോലെ ചെയ്താൽ ഒരു പ്രശ്നമില്ല, എല്ലാവരുടെ ആചാരം ഒന്നാവും. പിന്നെ എന്തുകൊണ്ട് ആളുകൾ പഠിച്ചു? ഇൻഷാ അല്ലാഹ് ഞാൻ എന്റെ സംസാരങ്ങൾ മുന്നോട്ട് പോകുമ്പോ സമയവും ശാരീരികമായ കാര്യങ്ങളും അനുകൂലിക്കുമെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാൻ പറയും. അപ്പോ നമ്മൾ സ്വീകരിച്ചു വരുന്നത് അള്ളാഹുവിന്റെ ഖുർആനാണ്. ഈ ഖുർആൻ പ്രിയപ്പെട്ടവരെ നമുക്ക് മാത്രമുള്ളതല്ല, ഹുദൽ ലിന്നാസ്, ഇത് ജനങ്ങൾക്കുള്ള സന്മാർഗമാണ് അല്ലേ? ആകാശത്തെ കുറിച്ച്, ഭൂമിയെ കുറിച്ച്, പർവ്വതങ്ങളെ കുറിച്ച്, ആർത്തിരമ്പുന്ന തിരമാലകളുള്ള കടലിനെ കുറിച്ച്, ഒട്ടകത്തെ കുറിച്ച് ഒക്കെ ആലോചിക്കാൻ, ചിന്തിക്കാൻ പറയുന്ന ഖുർആൻ. അഫലാ യൻദുറൂന ഇലൽ ലിബിലി കൈഫ ഖുലിഖത് വഇല السماء കൈഫ റുഫിഅത് വഇല الجبال കൈഫ നുസിബത് വഇല الأرض കൈഫ സുതിഹത്. സുബ്ഹാനല്ലാഹ്. കണ്ടോ, ഭൂമി അല്ലാഹ് അങ്ങനെ പരത്തിയ, നമുക്ക് വിധാനിച്ച്, നമുക്ക് സഞ്ചരിക്കാൻ, നമുക്ക് നടക്കാൻ പറ്റാവുന്ന വിധത്തിൽ ഇതിനെ വിധാനിച്ചു തന്ന ഒരു സിസ്റ്റം അല്ലാഹു ഭൂമിയിൽ വെച്ചു. ഭൂമി ഉരുണ്ടതാ. ആ ഭൂമിയെ കുറിച്ച് പഠിക്കാൻ, ആരാണ് ഈ സംവിധാനം ഒരുക്കിയവൻ, തൂണുകളില്ലാതെ ഉയർന്നു നിൽക്കുന്ന ആകാശത്തെ കുറിച്ച് ചിന്തിക്കാൻ, ഭൂമിയിൽ ഈ ഭൂമിയുടെ ബാലൻസ് തെറ്റിപ്പോകാതിരിക്കാൻ പർവ്വതങ്ങളെ നാട്ടി ഭൂമിയുടെ ബാലൻസ് കീപ്പ് ചെയ്യുന്ന സംവിധാനം ഒരുക്കിയവരെ കുറിച്ച് ആലോചിക്കാൻ, മരുഭൂമിയിൽ നടന്നുപോയിക്കൊണ്ടിരിക്കുന്ന, സഞ്ചരിക്കുന്ന ഒട്ടകത്തിന്റെ കാലിന്റെയും കണ്ണിന്റെയും ശരീരത്തിന്റെയും പ്രത്യേകതയെ കുറിച്ച് പഠിച്ച് ആ സംവിധാനം ഒരുക്കിയ ശ്രദ്ധാവിലേക്ക് മടങ്ങാൻ, അത്ഭുതങ്ങളുടെ കലവറകൾ കാണുമ്പോ, സയൻസിന്റെ അത്ഭുതങ്ങൾ കേൾക്കുമ്പോ, അതേ സയൻസിന്റെ ലാബിൽ നിന്ന് അത്ഭുതകരമായ പരീക്ഷണങ്ങൾ നടത്തി വിജയം കൈവരിക്കുമ്പോ ഒരു മുസ്ലിം വിദ്യാർത്ഥി, അത്ഭുതങ്ങൾ കാണുന്ന ഒരു മുസ്ലിം സഹോദരി റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില, അല്ലാഹുവേ ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ല റബ്ബേ, സുബ്ഹാനക് നീ എത്ര പരിശുദ്ധനാണെന്ന് പറയണം. അങ്ങനെ ചിന്തിക്കുന്നവനാണ് മുസൽമാൻ. ഖുർആൻ എല്ലാ സ്ഥലത്തേക്കും മനുഷ്യരെ വിളിച്ചിട്ടില്ലേ? സൂര്യൻ സ്വയം കത്തുന്നതാണെന്ന് അവിടെ സമയം ഞാൻ കൂടുതൽ ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ചന്ദ്രനെ കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹു തആല വജഅലൽ ഖമറ ഫീഹിന്ന നൂറാ എന്നാ പ്രയോഗിച്ചത്. ഞാൻ ഇവിടുന്ന് ആ മതിലിലേക്ക് ഒരു ടോർച്ച് അടിച്ചാൽ ആ ടോർച്ചിന്റെ ലൈറ്റ് ഇങ്ങനെ മതിലിൽ കാണുമ്പോ ആ മതിലിൽ ഈ ലൈറ്റ് തട്ടി പ്രതിഫലിക്കുകയാണ്. അവിടെ കത്തുന്നുണ്ടോ? ഇല്ല. അപ്പോ ഖുർആൻ ചന്ദ്രനെ കുറിച്ച് പ്രയോഗിച്ചപ്പോ ചന്ദ്രൻ സ്വയം പ്രകാശിക്കുന്ന ഒന്നല്ല എന്ന് കൃത്യമായി പഠിപ്പിച്ചു. വജഅലൽ ഖമറ ഫീഹിന്ന നൂറാ. എന്നാൽ സൂര്യനെ കുറിച്ച് പറഞ്ഞപ്പോഴോ സിറാജ് എന്ന് പ്രയോഗിച്ചു, ളിയാ എന്ന് പ്രയോഗിച്ചു. സിറാജ് വിളക്കാണ്, അത് സ്വയം കത്തണം.
അപ്പൊ സൂര്യൻ സ്വയം പ്രകാശിക്കുന്ന ഒന്നാണ്, ചന്ദ്രനോ സ്വയം പ്രകാശിക്കുന്ന ഒന്നല്ല. ആരോടാ ഇത് പറയുന്നത്? എടുത്തും വായനയും അറിയാത്ത അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ, പേര് പോലും സ്വന്തം ഭാഷയിൽ എഴുതാൻ അറിയാത്ത, ഒരു ലെറ്റർ പോലും സ്വയം തയ്യാറാക്കാൻ കഴിയാതെ അള്ളാഹുവിന്റെ പ്രവാചകൻ, പൂർണ്ണ നിരക്ഷരനായ പ്രവാചകൻ ആ അറേബ്യൻ സമൂഹത്തോട് പറയുകയാണ് സൂര്യന്റെ അത്ഭുതത്തെ കുറിച്ച്, ഭൂമിയുടെ അത്ഭുതത്തെ കുറിച്ച്, ചന്ദ്രന്റെ അത്ഭുതത്തെ കുറിച്ച്, തേനീച്ചയുടെ അത്ഭുതത്തെ കുറിച്ച്. പെൺതേനീച്ചയാണ് കൂട് കെട്ടുന്നത്, പെൺതേനീച്ചയാണ് തേൻ ശേഖരിക്കാൻ പറക്കുന്നത്. അതുകൊണ്ട് ആണിനോടും പെണ്ണിനോടും അറബി ഭാഷയിൽ പറയുമ്പോ ഗ്രാമറ്റിക്കലായി അതിന് വ്യത്യാസങ്ങളുണ്ട്. ഇംഗ്ലീഷ് പോലെയല്ല, മലയാളം പോലെയല്ല, അതിന് വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം പെൺതേനീച്ച തേന് കുടിക്കാൻ പോകുന്നതിനെ കുറിച്ച് പറയുമ്പോ കുലി, അതെ, സ്ത്രീലിംഗം ഒരു പദപ്രയോഗത്തിൽ കൽപ്പന വരുമ്പോൾ എങ്ങനെ ഉണ്ടാകണം? ആ പ്രയോഗം പെൺതേനീച്ചയാണ് തേൻ കുടിച്ച് തേൻ ശേഖരിച്ചുകൊണ്ട് കൂട്ടിലേക്ക് പറന്നു വരുന്നത് എന്ന് അള്ളാഹുവിന്റെ കലാം 1400 ചില്ലാൻ വർഷങ്ങൾക്ക് മുമ്പ് പ്രാണി ജന്തു ലോകത്തെ കുറിച്ച് ഇത്ര വലിയ ഗവേഷണങ്ങൾ നടന്നിട്ടില്ലാത്ത കാലത്ത് അതിന്റെ ചെറിയ ഗ്രാമറ്റിക്കലായ ആ പ്രയോഗത്തിൽ പോലും ഒരു മൈന്യൂട്ട് മിസ്റ്റേക്ക് സംഭവിക്കാതെ അള്ളാഹുവിന്റെ കലാം ഇന്നും ലോകത്ത് അത്ഭുതകരമായി, ആശ്ചര്യഭരിതമായി, അതേ, ആളുകൾക്ക് മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് പറയാൻ, നമ്മെ സന്തോഷത്തോടുകൂടി പറയാൻ, നമ്മൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആളുകൾക്ക് മുമ്പിൽ പറയാൻ പറ്റുന്ന വിധത്തിൽ ഖുർആൻ മൈന്യൂട്ട് പ്രയോഗങ്ങൾ വരെ അതീവ സൂക്ഷ്മതയോടുകൂടി പ്രയോഗിച്ചത് അള്ളാഹുവിന്റെ കലാമായതുകൊണ്ടാണ്. അല്ലേ? ഈ ഭൂമി നിങ്ങളെയും കൊണ്ട് ആടിപ്പോകാതിരിക്കാൻ ഈ ഭൂമിയിൽ സ്ഥാപിച്ച ആണികളാണ് പർവ്വതമെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പ്രയോഗിച്ചിട്ടില്ലേ? ഇല്ലേ? സുനാമിയുടെ കഥ പറഞ്ഞില്ലേ അർഷദൽ ഹിക്കമി? സുനാമിയെ കുറിച്ച് ഏതാനും വാക്കുകൾ പറഞ്ഞില്ലേ? 1526 കിലോമീറ്റർ വേഗതയിലാണ് അന്ന് മറീന ബീച്ച് എന്ന് പറയുന്ന ബീച്ചിലേക്ക് തിരമാലകൾ ആഞ്ഞടിച്ചു വന്നത്. 100 അടി ഹൈറ്റിൽ ഉയർന്ന തിരമാലകൾ, വെള്ളം പെട്ടെന്ന് കടലിൽ 100 അടി ഹൈറ്റിലേക്കാണ് ഉയർന്നത്. 100 അടി ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 9 നില കെട്ടിടത്തിന്റെ വലിപ്പമാണ്. ഒരു 9 നില കെട്ടിടത്തിന്റെ വലിപ്പത്തിലേക്ക് കടൽ പെട്ടെന്ന് ഉയരുകയാണ്. എന്നിട്ട് 1526 കിലോമീറ്റർ വേഗതയിലാണ് പ്രിയപ്പെട്ടവരെ മറീന ബീച്ച് എന്ന് പറയുന്ന ബീച്ചിനെ ലക്ഷ്യം വെച്ച് നൂറുകണക്കിന് മനുഷ്യരെയും കൊണ്ട് തിരിച്ചുപോയ സുനാമിയുടെ തിരമാലകൾ ഓർക്കുന്നില്ലേ? നമ്മള് ഈ റോഡിലൂടെ എത്ര വേഗതയിൽ ഒരു കാറിന് ഓടാൻ പറ്റും? അല്ല, ഇപ്പൊ 6 ലൈൻ പണി നടക്കുന്നില്ലേ? അതിലൂടെ നമ്മുടെ നാട്ടിൽ വിദേശത്ത് മാക്സിമം എത്ര വേഗതയിൽ ഒരു കാർ ഓടും? ഒരു 100-ല്, 110-ല്, 120-ല്, 140-ല് ഒക്കെ ഓടുന്ന സ്ഥലങ്ങൾ ഉണ്ടാവാം, അല്ലേ? ഒരു 200-നപ്പുറമൊക്കെ വാഹനങ്ങൾ ഓടുന്ന നാട് നമ്മുടെ പരിചയത്തിലുണ്ടോ? എന്നാൽ സുനാമിയുടെ തിരമാല, ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് മനുഷ്യലോകത്തിന്റെ ബുദ്ധിയെ തട്ടിയുണർത്താൻ എന്ത് ലോകാവസാനമെന്ന് ചോദിക്കുന്നവരോട് കടൽ പൊട്ടി പുറത്തേക്ക് ഒഴുകുമെന്ന് പറയുമ്പോ അതൊക്കെ സംഭവിക്കുമോ എന്ന് അത്ഭുതപ്പെട്ട് തമാശയാക്കി കളിയാക്കി പറയുന്നവരോട് 1526 കിലോമീറ്റർ വേഗതയിലാണ് 100 അടി ഹൈറ്റിൽ ഉയർന്ന വെള്ളം മറീന ബീച്ചിലേക്ക് കടന്നു വന്നത്. നൂറുകണക്കിന് മനുഷ്യരുമായിട്ടാണ് ആ തിരമാലകൾ തിരിച്ചു പോയത്. നമുക്കറിയില്ലേ ചരിത്രം? അതാ ഖുർആൻ പറഞ്ഞത്, വൈദൽ ബിഹാറു ഫുജിറത്, സമുദ്രം പൊട്ടി പുറത്തേക്ക് ഒഴുകുന്ന ഒരു സമയം വരാനുണ്ട്. വൈദൽ ബിഹാറു ഫുജിറത്, സമുദ്രം ആളിക്കത്തുന്ന ഒരു സമയം വരാനുണ്ട്. കടൽ എന്ന് പറയുന്നത് ആളിക്കത്തുകയോ, കത്തുന്ന സ്ഥലത്ത് കൊണ്ടുപോയി വെള്ളമൊഴിച്ച് കിടത്തുമ്പോ സമുദ്രം ആളിക്കത്തുമെന്ന് പറയുമ്പോ അത്ഭുതപ്പെടുന്ന മനുഷ്യരുണ്ടെങ്കിൽ, വെള്ളം എന്ന് പറയുന്നത് സയൻസ് പോലും ലോകത്തോട് പറഞ്ഞത് H2 ആണ്, ഹൈഡ്രജനും ഓക്സിജനുമാണ്. ഹൈഡ്രജൻ സ്വയം കത്തുന്ന ഒന്നാണ്, ഓക്സിജൻ കത്താൻ സഹായിക്കുന്ന ഒന്നാണ്. സ്വയം കത്തുന്ന ഒന്നും കത്താൻ സഹായിക്കുന്ന ഒന്നും ചേർന്ന് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് വെള്ളം സംവിധാനിച്ചിട്ടുണ്ടെങ്കിൽ ആ വെള്ളം പ്രിയപ്പെട്ടവരെ അതിന്റെ അളവുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി അതിനെ ആളി കത്തിക്കാൻ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനൊരു പ്രശ്നവും ഉണ്ടാവില്ല. ഇല്ല. ഫലസ്തീനിന്റെ മണ്ണിൽ അവസാനത്തെ കുഞ്ഞും മരിച്ചു വീഴുന്നത് കാണണമെന്ന് പറഞ്ഞവർ, പേര് ഞാൻ പരാമർശിക്കുന്നില്ല, ഇല്ലേ? പേര് ഞാൻ പരാമർശിക്കുന്നില്ല. അവരുടെ ഹോളിവുഡ് താരങ്ങൾ അണിനിരന്ന്
വലിയ കൊട്ടാര സമുച്ചയങ്ങൾ പടുത്തുയർത്തി, കോടികൾ കോടികൾ ചെലവഴിച്ച് മനോഹരമായ കൊട്ടാരങ്ങൾ പടുത്തുയർത്തി ആസ്വാദനത്തിന്റെ ലോകത്ത് ജീവിക്കുന്ന ആ നാടിന്റെ മണ്ണിലേക്ക് കഴിഞ്ഞ വർഷം ശക്തമായ മഴ കൊടുത്തുവല്ല. പത്രം പറഞ്ഞില്ലേ, ചാനൽ പറഞ്ഞില്ലേ, കഴിഞ്ഞ വർഷം ഇതുവരെ കിട്ടാത്ത മഴ കിട്ടി. എന്നിട്ട് അവിടെ ചെടികളും കാടുകളും ഇങ്ങനെ വളർന്നു, വല്ലാതെ വളർന്നു. ഈ വർഷം തീരെ മഴ കിട്ടിയില്ല. എന്നിട്ടോ ആ കഴിഞ്ഞ വർഷം വളർന്ന ചെടികളും മരങ്ങളും ഒക്കെ ഇങ്ങനെ ഉണങ്ങി വരണ്ടൊരവസ്ഥ വന്നു. അവിടെ തീപിടുത്തമുണ്ടായി. കഴിഞ്ഞ വർഷത്തെ മഴ ശക്തിപ്പെട്ടതുകൊണ്ട് വളർന്നു പൊന്തിയ കാടുകളും ചെടികളുമാണ് ഈ വർഷം മഴ കിട്ടാതെ ഉണങ്ങിപ്പോയത് കൊണ്ടാണ് ഇത്ര വേഗതയിൽ തീപിടിച്ചതെന്ന് അമേരിക്കയിലെ വിദഗ്ധന്മാർ ലോകത്തോട് ഇങ്ങനെ എഴുതി പറഞ്ഞ് കണ്ണീരോടുകൂടി പറയുമ്പോ, ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിന്റെ തന്ത്രങ്ങളെ ആർക്കും തടുത്തു നിർത്താൻ കഴിയില്ല. ഫലസ്തീനിലെ അവസാനത്തെ കുഞ്ഞും മരിച്ചു വീഴുന്നത് ഞങ്ങൾക്ക് കാരണം, അതിനെന്ത് സഹായമാണ് വേണ്ടത് എന്ന് ചോദിച്ച മനുഷ്യൻ അതെ ആ കൊട്ടാരം വിട്ട് ചാമ്പലായ വെണ്ണീർ കണ്ടിട്ട് ഓടി മറ്റൊരു സ്ഥലത്ത് അഭയാർത്ഥിയായി നിൽക്കുമ്പോ, കരയരുത് നിങ്ങൾക്ക് ഞങ്ങൾ വീട് കെട്ടിത്തരാമെന്ന് അവരെക്കാൾ എത്രയോ താഴെ നിൽക്കുന്ന പാവങ്ങൾ ചുറ്റും കൂടി പറയുന്നത് ചാനലുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിന്റെ തന്ത്രത്തെ മറികടക്കാൻ ആർക്കും സാധ്യമല്ല എന്ന് ലോകത്തെ പഠിപ്പിക്കുകയാണ് പ്രപഞ്ചത്തിന്റെ രക്ഷിതാവ്. അല്ലേ പ്രിയപ്പെട്ടവരെ? അപ്പൊ എവിടെയും ഒരു മുസൽമാന് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾ ഭയപ്പെടണ്ട, നിങ്ങൾ ദുർബലരല്ല, നിങ്ങളാണ് വിവിഐപികൾ. ആര്? വിശ്വാസികൾ. എന്ത് പ്രയാസം നിങ്ങളുടെ നേരെ വന്നാലും, കൂരമ്പുകൾ നിങ്ങൾക്ക് നേരെ തൊടുത്തുവിട്ടാലും, നിങ്ങൾ വിവിഐപികളാണ്. അൻതുമുൽ ലഅലൗൻ അൻതുമുൽ ലഅലൗൻ ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ വിശ്വാസികളാണോ? നിങ്ങളാണ് പ്രിയപ്പെട്ടവരെ ലോകത്ത് അത്യുന്നതരായ ആളുകളെന്ന് അല്ലാഹു തആല ഖുർആനിലൂടെ നമുക്ക് ഉറപ്പു തരികയാണ്. ഈ ഖുർആൻ നമ്മുടെ കയ്യിലുണ്ട്. ഖുർആനിന്റെ 1/3 അല്ലാഹുവിന്റെ വഹ്ദാനിയത്തിനെ കുറിച്ച് പറയാനുള്ളതാണ്. ഖുർആനിന്റെ 1/3 അല്ലാഹുവിന്റെ വഹ്ദാനിയത്തെ ചർച്ച ചെയ്യാനുള്ളതാണ്. ഈ പ്രപഞ്ചത്തിന്റെ നാഥനായ, ലോകത്തിന്റെ രക്ഷിതാവായ, നേരത്തെ പറഞ്ഞതുപോലെ സാങ്കല്പിക ചുതണ്ടിൽ കറങ്ങുന്ന ഭൂമിയെ സംവിധാനിച്ച, ആകാശത്തിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എവിടെ എന്ന് ഇന്നും സയൻസിന് നിർണയിക്കാൻ പറ്റാത്ത അതിവിശാലമായ ആകാശ സംവിധാനം ഒരുക്കിയ, അല്ലെ, വാരി വിതറിയ മിന്നാമിനുകളെ പോലെ അതീവ വിദൂരതയിൽ വെട്ടിത്തിളങ്ങി നിൽക്കുന്ന നക്ഷത്രങ്ങളെ, നക്ഷത്ര ഗാലക്സികളെ, ഗോളമണ്ഡലങ്ങളെ ഓർബിറ്റലുകളിലൂടെ കൃത്യമായി സഞ്ചരിപ്പിക്കുന്ന പ്രപഞ്ചത്തിന്റെ നാഥനായ രക്ഷിതാവ്. ആ രക്ഷിതാവ്, അവനെ അറിയുക, അവനെ മാത്രം ആരാധിക്കുക, അവന്റെ മുമ്പിൽ മാത്രം സാഷ്ടാംഗം ചെയ്യുക, അവനോട് മാത്രം പ്രാർത്ഥന, നേർച്ച, വഴിപാടുകൾ നടത്തുക. എത്ര എളുപ്പമാണ് കാര്യം, മനസ്സിലാക്കുന്നവർക്ക് എത്ര ലളിതമാണ്. കുറെ കെട്ടുകുടുക്കുകളുണ്ടോ ഇസ്ലാമിന്റെ തത്വത്തിൽ? ഇല്ല. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആദർശത്തിൽ കുറെ കെട്ടിക്കുടുക്കുകളുണ്ടോ? മനസ്സിലാക്കാൻ പ്രയാസമുണ്ടോ? ഖുർആനിലെ 2-ാം അധ്യായം 1 സൂറത്തുൽ ഫാത്തിഹ, 2 സൂറത്തുൽ ബഖറ, 3 ആൽ ഇംറാൻ, 4 അൻ-നിസാ, 5 മാഇദ, 6 അൻആം, യഅറാഫ്, 8 അൻഫാൽ, 9 തൗബ, 10 യൂനുസ്, 11 ഹൂദ്. ഓരോ അധ്യായത്തിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോ 2-ാമത്തെ അധ്യായമായ സൂറത്തുൽ ബഖറ ആദ്യത്തെ അഭിസംബോധന മുസ്ലിങ്ങളെ എന്നല്ല, അല്ല പ്രിയപ്പെട്ടവരെ, യാ യുഹന്നാസ് അഅ്ബുദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. അല്ലോ, അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ വസ്സമാഅ ബിനാഅ വഅൻസല മിനസ് സമാഇ മാഅ ഫഅഖ്റജ ബിഹി മിനസ് തമറാത്തി റിസ്ഖൻ ലക്കും ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദ വഅൻതും തഅലമൂൻ. അത്ര മനോഹരമായിട്ടാണ് അല്ലാഹു പറഞ്ഞു തന്നത്. മനുഷ്യരെ, കടവത്തൂരിൽ മുസ്ലിങ്ങളല്ലാത്തവർ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ, നമ്മളൊക്കെ മനുഷ്യരാണ്. നമ്മുടെയൊക്കെ പിതാവ് ഒന്നാണ്, നമ്മുടെ എല്ലാവരുടെയും മാതാവ് ഒന്നാണ്. ഒരേ പിതാവിൽ നിന്ന്, ഒരേ മാതാവിൽ നിന്ന് വന്നവരാണ് നമ്മളൊക്കെ. കറുത്തവരും വെളുത്തവരും, ഹൈറ്റുള്ളവരും ഹൈറ്റ് കുറഞ്ഞവരും, തടിയുള്ളവരും തടി കുറഞ്ഞവരും ഒക്കെയായി നമ്മളെ വേർതിരിച്ചത്, ഗോത്രങ്ങളും വർഗങ്ങളും ആക്കിയത് പരസ്പരം കലഹിക്കാനല്ല, ആയുധമെടുക്കാനല്ല, ബോംബുകൾ എറിയാനല്ല, അല്ല, വർഗീയത ഉണ്ടാക്കാനല്ല, ഏതെങ്കിലും വംശീയതയുടെ പേരിൽ തമ്മിൽ തല്ലാനല്ല, മറിച്ച് നിങ്ങളെ തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ്. ഇന്ന അക്രമക്കും
ഐൻദല്ലാഹി അത്ഖാകും, നിങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും നല്ല സ്ഥാനമുള്ളത്, ആദരണീയമായ പദവി ലഭിക്കുന്നത് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും സൂക്ഷ്മത തഖ്വയുള്ള ആളുകൾക്കാണ് എന്ന് അല്ലാഹു തആല ഉറപ്പ് പറയുന്നു. ആ ഖുർആനിൽ അല്ലാഹു പറയാ, മനുഷ്യരെ നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ചവനായ അല്ലാഹുവിനെ ആരാധിക്കണം. തർക്കമുണ്ടോ? ഏതെങ്കിലും ആളുകൾക്കിടയിൽ തർക്കത്തിന് വല്ല വകുപ്പുമുണ്ടോ? കൃഷ്ണനോടും രാമനോടും മുഹമ്മദിനോടും ജോസഫിനോടും ഫാത്തിമയോടും ജസിയോടും മോമനയോടും എന്താ പറയുന്നത് ഖുർആൻ? മനുഷ്യരെ നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ച സ്രഷ്ടാവിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. പോരാ, അവൻ നിങ്ങൾക്ക് ഈ ഭൂമിയെ വിധാനിച്ചു തന്നു, ആകാശത്തെ മേൽക്കൂരയാക്കി നിർത്തി തന്നു, ആകാശത്തു നിന്ന് വെള്ളം ഇറക്കി തന്നു, ആ വെള്ളം മുഖേന ഉൽപാദനങ്ങൾ ഇവിടെ ഉൽപാദിപ്പിച്ചു തന്നു. അല്ലേ? അവനാണ് എല്ലാം ഈ വെള്ളത്തിലൂടെ നമുക്കൊരുക്കി തന്നത്. എന്നിട്ട് അല്ലാഹു തആല പറയാ, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന നിങ്ങളോട് ഒരു പ്രത്യേകമായ കാര്യമുണർത്തുകയാണ്. അതുകൊണ്ട് അല്ലാഹുവിനെ നിങ്ങൾ സമന്മാരെ, പകരക്കാരെ നിങ്ങൾ വെക്കരുത്. എങ്ങനെ? അതുകൊണ്ട് വെള്ളമിറക്കി തന്നത് അവനാണ്. ഈ വെള്ളം ഈ ഭൂമിയിലേക്ക് എത്തി വ്യത്യസ്തമായ ഫലങ്ങളെ, കൈക്കനികളെ ഉറപ്പിച്ചവൻ, ഉൽപാദിപ്പിച്ചവൻ അവനാണ്. അതുകൊണ്ട് ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദ, അല്ലാഹുവിനെ നിങ്ങൾ സമന്മാരെ, പകരക്കാരെ വെക്കരുത്. എല്ലാവർക്കും സ്വീകരിക്കാൻ പറ്റുന്ന മനോഹരമായ അല്ലാഹുവിന്റെ വഹ്ദാനിയത്ത്, ഏകദൈവ വിശ്വാസം ഈ നാട്ടിലെ ലോകത്തെവിടെയും ഏത് മനുഷ്യരോട് പറയാൻ ഒരു വീട്ടിലേക്ക് കയറി ചെന്നു. ഈ പ്രോഗ്രാമിന് വേണ്ടി കടവത്തൂരിലെ നമ്മുടെ പ്രവർത്തകന്മാർ വീട് കയറി ഇറങ്ങി നിങ്ങളെ ക്ഷണിച്ചു, വരൂ, കടവത്തൂരിന്റെ അങ്ങാടിയുടെ ഹൃദയഭാഗത്ത് സജ്ജമാക്കിയ ഈ പ്രത്യേക വേദിയിലേക്ക് നിങ്ങൾ വരൂ. അല്ലാഹുവിനെ കുറിച്ച് കേൾക്കാനാ, കെട്ടുകഥ പറയാനല്ല. ഏതെങ്കിലും പ്രിയപ്പെട്ടവരെ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ലുട്ടാപ്പി കഥകൾ പഠിപ്പിക്കാനല്ല. പിന്നെയോ അല്ലാഹുവിന്റെ ഖുർആനിനെ വിശദീകരിക്കാൻ അല്ലാഹു തിരഞ്ഞെടുത്ത മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്ത് കേൾക്കാൻ വരൂ എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഈ ഖുർആനിനെ കുറിച്ച് പറയുന്നത്, സുന്നത്തിനെ കുറിച്ച് പറയുന്നത്. ആ ഖുർആൻ മനുഷ്യരെ അഭിസംബോധന ചെയ്ത് രണ്ടാം അധ്യായത്തിലെ ആദ്യത്തെ വിളി മനുഷ്യരെ എന്ന് വിളിച്ചിട്ട് ഏകദൈവ വിശ്വാസത്തെ കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. തൗഹീദാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഖുർആനിന്റെ 1/3 എന്ന് പറയുന്ന സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹു ഒരാളുടെയും സന്താനമല്ല. അല്ലാഹ്ക്ക് ഒരു സന്താനവുമില്ല. അവന് തുല്യനായി ഒന്നുമില്ല, ആരുമില്ല. അപ്പോ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് ആദ്യമേ ഉള്ളവനാണ്. ഉറക്കമുണ്ടോ? ഇല്ല. മയക്കമുണ്ടോ? ഇല്ല. ക്ഷീണമുണ്ടോ? ഇല്ല. നമുക്കൊക്കെ അറിയുന്ന ആയത്തുണ്ട്, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഖുദുഹു സിനത്തും വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. കണ്ടോ? ആകാശത്തിൽ എന്തൊക്കെയുണ്ടോ എല്ലാം അവന്റേതാ, ഭൂമിയിൽ എന്തൊക്കെയുണ്ടോ എല്ലാം അവന്റേതാ. കടവത്തൂരിലെ 1 ഏക്കർ ഭൂമിയുള്ളവരുണ്ടോ? താൽക്കാലികമായി റബ്ബ് നിന്നെ ഏൽപ്പിച്ചതാണ്. 1/2 ഏക്കർ ഭൂമിയുണ്ടോ? 10 ഏക്കർ ഭൂമിയുണ്ടോ? മനോഹരമായ വീടുണ്ടോ? നല്ല ബിസിനസ്സും കച്ചവടവും ഉണ്ടോ? 1 സെന്റ് ഭൂമിയില്ലാതെ വീടിന് വേണ്ടി ആലോചിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നവരുണ്ടോ? അവരെയും അല്ലാഹു പരീക്ഷിക്കുകയാണ്. എല്ലാം തന്നത് അവനാണ്. എന്തിന്? തന്നുകൊണ്ട് നിന്നെ പരീക്ഷിക്കാൻ. തരാത്തവന് കൊടുക്കാതെ അവനെ ഒന്ന് പരീക്ഷിക്കാൻ. മക്കളെ തന്ന് പരീക്ഷിക്കാൻ. ആൺകുട്ടികളെ മാത്രം കൊടുത്ത് പരീക്ഷിക്കാൻ. പെൺകുട്ടികളെ മാത്രം കൊടുത്ത് പരീക്ഷിക്കാൻ. ആണിനെയും പെണ്ണിനെയും കൊടുത്ത് പരീക്ഷിക്കാൻ. കല്യാണം കഴിഞ്ഞിട്ട് 20-30 കൊല്ലമായിട്ടും മക്കൾ കൊടുക്കാതെ പരീക്ഷിക്കാൻ. ഇതൊക്കെ അല്ലാഹു ഖുർആനിൽ പറഞ്ഞതാ. നമ്മളെ പരീക്ഷിക്കുകയാണ് അല്ലാഹ്. എന്തു നിലപാട് സ്വീകരിക്കും അവൻ? മക്കളെ കൊടുത്താൽ അവന്റെ നിലപാടെന്താ? മക്കളെ കൊടുക്കാതിരുന്നാൽ നിലപാടെന്താ? പണം കൊടുത്താൽ അവന്റെ നിലപാടെന്താ? പണം കൊടുത്തിട്ട് പിന്നീട് അത് പിൻവലിച്ചാൽ അവന്റെ നിലപാടെന്താ? സാമ്പത്തിക ഭദ്രതയില്ലാത്ത ഒരു മനുഷ്യന്റെ നിലപാടെന്താ? പരീക്ഷിക്കുകയാണ്. അല്ലേ? അല്ലാഹുവാണ് ഗർഭപാത്രത്തിനുള്ളിൽ ഘട്ടങ്ങളായി ഓരോ കുഞ്ഞിനെയും വളർത്തുന്നത്. എല്ലാ കുട്ടികളെയും അല്ലാഹ്ക്ക് ഒരു വൈകല്യവും ഇല്ലാതെ കൊണ്ടുവരാം. പിന്നെ എന്തിനാ പരീക്ഷിക്കുന്നത്?
ആ കുട്ടി വളർന്നു വലുതാകുന്ന ബുദ്ധിക്ക് കുഴപ്പമില്ലെങ്കിൽ അവന്റെ നിലപാട് എന്താകും? അവനെ വളർത്തിയ മാതാപിതാക്കളുടെ അതേ മനസ്സിന്റെ അകത്തലങ്ങളിൽ ഉണ്ടായ ചിന്തകളും അഭിപ്രായങ്ങളും എന്താണ് പരീക്ഷിക്കുകയാണ്. ഓട്ടിസ്റ്റിക്കായ മക്കളെ കൊടുത്തുകൊണ്ട്, മെന്റലി റിട്ടാർഡായ മക്കളെ കൊടുത്തുകൊണ്ട്, ബ്ലൈൻഡായ മക്കളെ കൊടുത്തുകൊണ്ട്, സംസാരശേഷിയില്ലാത്ത മക്കളെ കൊടുത്തുകൊണ്ട് പരീക്ഷിക്കുന്നില്ലേ? ലേണിംഗ് ഡിസാബിലിറ്റിയുള്ള, ഒന്നും പറഞ്ഞാൽ ഓർമ്മയിൽ നിൽക്കാത്ത മക്കൾ ഒന്ന് അങ്ങാടിയിൽ പോയി ഒരു സാമഗ്രി വാങ്ങിക്കൊണ്ടുവാ എന്ന് പറഞ്ഞാൽ അവിടെ എത്തുന്നതിന് മുമ്പ് മറന്ന് തിരിച്ചു വരുന്ന കുഞ്ഞിനെ തന്ന് പരീക്ഷിച്ചത് എന്തിനെ? നമ്മെ പരീക്ഷിക്കുകയാണല്ല. എന്തു നിലപാടായിരിക്കും നിന്റെ രണ്ട് ചുണ്ടുകൾക്കിടയിലൂടെ എല്ലുകളില്ലാത്ത നാവ് കൊണ്ട് നീ പറഞ്ഞുണ്ടാക്കുക? ഈ കുട്ടിയെ തൊട്ട്, ഈ നിലപാടിനെ തൊട്ട്, നിന്റെ ജീവിതത്തെ തൊട്ട്, നിന്റെ ദാരിദ്ര്യത്തെ തൊട്ട്, നിന്റെ സമ്പന്നതയെ തൊട്ട് നിനക്കെന്ത് പറയാനുണ്ട്? പരീക്ഷണത്തിലൂടെ കടത്തിവിടുകയാണ് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ്. കൊല്ലങ്ങൾ എത്രയുണ്ട്? 100ഉം 200ഉം 300ഉം ഇല്ല. ചെറിയ കാലം പരീക്ഷിക്കുകയാണ്. ആ പരീക്ഷണത്തിൽ അള്ളാഹുവിനെ മനസ്സിലാക്കി അവന്റെ മുമ്പിൽ തന്റെ ഇബാദത്തുകൾ, ആരാധനകൾ നിർവഹിച്ച് മുന്നോട്ട് പോകാൻ നിനക്ക് കഴിയുമോ? രക്ഷയുടെ മാർഗമാണ് നിന്റെ മുമ്പിൽ തുറക്കുന്നത്, അല്ലേ? ദിവസങ്ങൾക്ക് മുമ്പ് ആനയ്ക്ക് മതമലകി നേർച്ചയുടെ സ്ഥലത്ത് ഒരു മനുഷ്യനെ ആന കുമ്പിൽ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ആട്ടി ആട്ടി ദൂരത്തേക്ക് എറിയുന്നത് നിങ്ങൾ കണ്ടു. ചാനലിലും യൂട്യൂബിലും ഒക്കെ കണ്ടു, അല്ലേ സുഹൃത്തുക്കളെ? ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. എന്തിന്റെ പേരില? വർഷങ്ങൾക്ക് മുമ്പ് തൃശ്ശൂരിലെ ചേറ്റുവ നേർച്ചക്ക് ആനക്ക് മതമിളകി ഒരു മനുഷ്യനെ കുത്തിക്കൊല്ലുമ്പോ നമ്മളൊക്കെ ചേറ്റുവയുടെ പരിസരത്ത് ചെന്ന്, തൃശ്ശൂരിന്റെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ ചെന്ന് നമ്മളൊക്കെ തൊണ്ടപൊട്ടുമാറ് ഈ മുസ്ലിം ഉമ്മത്തിനോട് പറഞ്ഞു, നേർച്ചയുടെ പേരും പറഞ്ഞ് ആനകളെ എട്ടിപ്പട്ടങ്ങൾ കെട്ടിക്കൊണ്ടുവന്ന് ഈ അർത്ഥത്തിലുള്ള ഒരു നേർച്ചയുടെ ഉത്സവം അള്ളാഹുവിന്റെ മതത്തിലില്ല, മാറ്റി നിർത്താൻ നിങ്ങൾ തയ്യാറാകുമോ എന്ന് മുസ്ലിം ഉമ്മത്തിനോട് ചോദിച്ചപ്പോ ചെവി കൊടുത്ത മുസ്ലിങ്ങൾ കൊടുത്തോ? രണ്ടാമതും ആവർത്തിക്കുന്നു. ഇവിടെ മലപ്പുറം ജില്ലയിലെ തിരൂർ എന്ന് പറയുന്ന പ്രദേശത്തെ BP അങ്ങാടിയിൽ ഞാൻ മനസ്സിലാക്കുന്നത് അർഷദ് അൽ ഹിക്കമയുടെ നാടിന്റെ പരിസരത്ത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നേർച്ചയുടെ പറമ്പിൽ ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടിയ സ്ഥലത്ത് ഒരു മനുഷ്യനെ ആന തൂക്കിയെറിയുകയാണ്. ഞാൻ ആ വീഡിയോ ശ്രദ്ധിച്ചു കേട്ടു. യാഹൂ തങ്ങളുടെ നേർച്ചയ്ക്ക് വേണ്ടി പോയതാ ആയിരക്കണക്കിന് മനുഷ്യര് ആനക്ക് മതമലകി ഒരു മനുഷ്യനെ ഇങ്ങനെ തൂക്കിയെടുത്ത് വലിച്ചെറിയുമ്പോ ഒരൊറ്റ കുട്ടിയും യാഹൂ തങ്ങളെ എന്ന് വിളിച്ചില്ല. വിളിച്ചവർക്ക് അല്ലാഹനെ, അല്ലാഹുവേ, റബ്ബേ, പടച്ചോനെ എന്ന് പറഞ്ഞ് ഓടുന്ന രംഗമാണ് കണ്ടത്. വിളിച്ചോ യാഹൂ തങ്ങളെ? ആരെങ്കിലും വിളിച്ചോ? ലോകത്തുനിന്ന് വിട പറഞ്ഞു പോകുന്ന അന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതേ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ തോളിലേക്ക്, ഷോൾഡറിലേക്ക് ചെരിഞ്ഞു കിടന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോകുന്ന ആ സമയമില്ലേ സുഹൃത്തുക്കളെ? ആ സമയത്ത് നെഞ്ചിടത്തിലേക്ക് ഊർന്നിറങ്ങി, മടിത്തട്ടിലേക്ക് ഊർന്നിറങ്ങി അള്ളാഹുവിന്റെ പ്രവാചകൻ ലോകത്തോട് വിട പറയുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകനോട് മലക്കുൽ മൗത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇവിടെ തുടരണോ? അള്ളാഹുവിന്റെ അടുക്കിലേക്ക് യാത്രയാകണോ? അള്ളാഹുവിന്റെ അടുക്കിലേക്ക് യാത്രയാകാനാണ് എനിക്കിഷ്ടം എന്ന് പറയുമ്പോ സമ്മതം ചോദിച്ചുകൊണ്ട് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൂഹ് പിടിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ ലോകത്തുനിന്ന് വഫാത്താവുകയാണ്. വഫാത്താകുന്നതിന്റെ ആ നിമിഷങ്ങൾ മുമ്പുള്ള സമയമുണ്ടല്ലോ, ആ സമയത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവിയോട് പറയുന്നുണ്ട്, ആയിഷ, യാ ആയിഷ, ഇന്നലിൽ മൗതി ലസക്കറാത്ത്, എന്തൊരു വേദനയാണ്, എന്തൊരു അസ്വസ്ഥതയാണ് മരണത്തിന്. എന്നെ കേൾക്കുന്ന കടവത്തൂരിലെ മനുഷ്യരെ ശ്രദ്ധിച്ചു കേൾക്കണം. അടുത്ത വാക്കുകൾ എന്താ? അടുത്ത വാക്ക് ലഅനത്തുല്ലാഹ്, അല്ലാഹുവിന്റെ ശാപമുണ്ട്. അലൽ യഹൂദി വൻ നസാറ, യഹൂദികളുടെ മേൽ, നസാറാക്കളുടെ മേൽ അല്ലാഹുവിന്റെ ശാപമുണ്ട്. എന്താ കാരണം? വെറുതെ ഒരു ടീമിനെ അല്ലാഹ് ശപിക്കോ? ഇല്ല. ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദാ, അംബിയാക്കന്മാരുടെ ഖബറുകളെ സുജൂദ് ചെയ്യുന്ന, ആരാധന ചെയ്യുന്ന ഒരു സ്ഥലമാക്കി മാറ്റും അവർ. ആര്? നസ്വാറാക്കൾ. ആര്? യഹൂദികൾ. ഒരു നബിയുടെ ഖബറ് കിട്ടിയാൽ, കേരളക്കരയിൽ ക്രിസ്ത്യാനികളുണ്ട്, ലോകാടിസ്ഥാനത്തിൽ ജൂതന്മാരുണ്ട്, യഹൂദികളുണ്ട്, അത് അവരുടെ നിലപാടുമായി അവർക്ക് പോകാം. പക്ഷേ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന ഒരു ക്രിസ്ത്യാനിയുടെ സെമിത്തേരിയിൽ ചെന്ന് നോക്കിയാൽ തന്നെ
അവരുടെ ഇഷ്ടം, അവരുടെ പോലെ, അവരുടെ വിശ്വാസം അനുസരിച്ച് അവർക്ക് ചെയ്യാം. പക്ഷെ ഞാൻ പറയുന്നത്, അവരുടെ സെമിത്തേരിയിൽ ചെന്ന് നോക്കിയാൽ തന്നെ മാർബിൾ ഒട്ടിച്ച്, ടൈൽസ് പതിച്ച്, അച്ഛന്റെ പേരെഴുതി, അഡ്രസ് എഴുതി, ജനിച്ച വർഷം എഴുതി, മരിച്ച വർഷം എഴുതി, കുരിശു നാട്ടി ഖബറുകൾ പൊന്തിച്ചു വെച്ചിട്ടുണ്ടാകും. അപ്പൊ പിന്നെ അവർക്കൊരു പ്രവാചകന്റെ ഖബർ കിട്ടിയാൽ എന്തായിരിക്കും അവസ്ഥ? അത് അള്ളാഹുവിന്റെ പ്രവാചകൻ ലോകത്ത് നിന്ന് വഫാത്താകുന്ന അന്ന് പറഞ്ഞത്, യഹൂദികൾക്കും നസാറാക്കൾക്കും അവരുടെ സ്വഭാവം പ്രവാചകന്മാരുടെ ഖബറുകൾ കിട്ടിയാൽ ആരാധന ചെയ്യുന്ന സ്ഥലമാക്കി, സുജൂദ് ചെയ്യുന്ന സ്ഥലമാക്കി അവർ മാറ്റും. അതുകൊണ്ട് അള്ളാഹുവിന്റെ ശാപം അവർക്കുണ്ട്. മുസ്ലിം ഉമ്മത്തെ, നമ്മൾ ഒരാളുടെയും ഖബർ ആരാധന കേന്ദ്രമാക്കി മാറ്റരുത് എന്ന അതിശക്തമായ താക്കീതാണ് അള്ളാഹുവിന്റെ പ്രവാചകന നൽകുന്നത് എന്ന് മനസ്സിലാക്കാൻ ഒരുപാട് ബുദ്ധി വേണോ? കേവലം ഏതൊരു മനുഷ്യനും അവന്റെ സാമാന്യ ബുദ്ധിയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നാണ്. ഇനിയും മനസ്സിലാക്കാത്തവർക്ക് വേണ്ടി തങ്ങളായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ഉമ്മ, നമ്മുടെ ഉമ്മയാകുന്ന ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിത്തട്ടിൽ കിടന്നിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ, അല്ലാഹുവേ, ലാ തജ്അൽ ഖബരി ഈദാ, എന്റെ ഖബറിനെ ഒരു ഉത്സവ പറമ്പാക്കി മാറ്റി കൊടുക്കരുത് അല്ലാഹ്. കൊടുത്തിട്ടുണ്ടോ? ഇന്ന് വരെ ഉണ്ടോ? എന്നെ കേൾക്കുന്ന കടവത്തൂരിലെ മുസ്ലിങ്ങളെ, അടുത്തേക്ക് വന്ന് കേൾക്കൂ. ഈ പറയുന്നതിൽ സത്യമുണ്ടോ? ഈ പറയുന്നതിൽ കാര്യമുണ്ടോ? ഈ പറയുന്നതിനെ കുറിച്ച് അന്വേഷണാത്മക ജീവിതത്തിന് തുടക്കം കുറിക്കൂ. ഒന്ന് പഠിക്കാൻ തയ്യാറാകൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പണ്ഡിതന്മാരോട് ചെന്ന്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഉസ്താദുമാരോട് ചെന്ന്, ഇതാ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ഒരു കൊച്ചു പ്രസംഗം, ഒരു 1.5 മണിക്കൂർ നീണ്ട പ്രസംഗം കേട്ടു. അതിൽ നിന്ന് ഇങ്ങനൊരു ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട്, ഒന്ന് പഠിക്കാനാണ് എന്നർത്ഥത്തിൽ സ്നേഹബുദ്ധിയാ നിങ്ങളോട് ചോദിക്കുന്നു. ഒന്ന് പഠന വിധേയമാക്കൂ. നിങ്ങള് അള്ളാഹുവിന്റെ പ്രവാചകൻ ലോകത്തിന്റെ വിട പറയുന്ന അന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, റബ്ബേ, എന്റെ ഖബറിനെ ഒരു ഉത്സവ കേന്ദ്രമാക്കി കൊടുക്കരുത് നാഥാ. പറഞ്ഞിട്ടുണ്ടോ? ഇല്ലേ? അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി ഈദാ, എന്റെ ഖബറിനെ ഒരു ഉത്സവ പറമ്പാക്കി മാറ്റരുത് അല്ലാഹ്. ഇന്നും ആ ഖബർ ആയിഷ റളിയല്ലാഹു അൻഹയുടെ റൂമിനുള്ളിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ അതുപോലെ നിലകൊള്ളുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. നമ്മൾ ആരും കണ്ടിട്ടില്ല മുത്തുനബിയുടെ ഖബർ, നമ്മൾ ആരും കണ്ടിട്ടില്ല. കണ്ട സ്വഹാബികൾ എഴുതി വെച്ചു, റുഫിഅ ഖബറുഹു, മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ഉയർത്തപ്പെട്ടിട്ടുണ്ട്. മിനൽ അർളി, ഭൂമിയിൽ നിന്ന്, നഹ്വൻ മിൻ ശിബർ, ഒരു ചാണോളം. എത്രയാണ് ഉയർത്തിയത്? നഹ്വൻ മിൻ ശിബർ, ഒരു ചാണോളം. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഖബർ ഉയർന്നു നിൽക്കുന്നു എന്ന് കണ്ട സ്വഹാബികൾ എഴുതി വെച്ചിട്ടുണ്ട്. പോരാ, അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, നഹാ റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ പ്രവാചകൻ വിലക്കി, പാടില്ലെന്ന് പറഞ്ഞു, ചെയ്യരുതെന്ന് പറഞ്ഞു. അയ്യുജസ്സൽ ഖബറു, ഖബർ നിങ്ങൾ കുമ്മായം അടിക്കുകയോ സിമന്റ് പൂശുകയോ ചെയ്യരുത്. എന്തിനാ ഇത് പറയുന്നത്? ഈ മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട പാവപ്പെട്ട ഉമ്മമാർ, പാവപ്പെട്ട ഉപ്പമാർ, പാവപ്പെട്ട ജേഷ്ഠാനിയന്മാർ, സഹോദര സഹോദരിമാർ ഖബറിന്റെ മുന്നിൽ ചെന്ന് നിന്നുകൊണ്ട് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിന്റെ മുമ്പിൽ കരയാത്ത കണ്ണീരുമായി ആ ഖബറിന്റെ മേലെ കൈവച്ചുകൊണ്ടും കൈവെക്കാതെയും അതിന്റെ ചുറ്റും കെട്ടിയിട്ടുള്ള സ്റ്റീൽ കമ്പികളിൽ അല്ല, മരത്തിന്റെ തടികളിൽ പിടിച്ചുകൊണ്ട് ഖബറാളിയുടെ മുന്നിലേക്ക് നോക്കി, ഖബറിലേക്ക് നോക്കി, ചുണ്ടുകൾ പിടച്ച്, അതേ തൊണ്ട ഗദ്ഗതമായി കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് ഖബറാളിക്ക് മുമ്പിൽ ചെന്ന് നിന്നുകൊണ്ട് ആ ഖബറാളിയോട് പറയുന്നത്, കേരളക്കരയിൽ, കേരളം വിട്ടു പോകണ്ട, കേരളക്കരയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന കാഴ്ചകളല്ലേ പ്രിയപ്പെട്ടവരെ? അള്ളാഹുവിന്റെ പ്രവാചകൻ ലോകത്തുനിന്ന് വിട പറയുന്ന അന്ന് പറയുക, അല്ലാഹുമ്മ, അല്ലാഹുവേ, ലാ തജ്അൽ ഖബരി വതനൻ യുഅബദ്, എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കരുത് അല്ലാഹ്. എത്ര ക്ലിയർ ആണ് ദീന്! ഇതെന്താ മുസ്ലിം ഉമ്മത്ത് ഇത് കേട്ടിട്ടില്ലേ? നമ്മളെല്ലാവരും മുത്തുനബിയുടെ, സ്വഹാബ കിറാമിന്റെ ആ മൻഹജ് അനുസരിച്ച് പോകാൻ ആഗ്രഹിക്കുന്നവരല്ലേ? അല്ലേ പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ? നമ്മളെല്ലാവരും ഓതുന്ന ഖുർആൻ ഒന്നല്ലേ? നമുക്കെല്ലാവർക്കും പഠിക്കാനുള്ള ഹദീസ് ബുഖാരിയുടെ ഹദീസുകളല്ലേ? മുസ്ലിമിന്റെ ഹദീസുകളല്ലേ? ഇമാം തിർമിദിയുടെ ഹദീസുകളല്ലേ? ഇമാം നസായിയുടെ ഹദീസുകളല്ലേ? അല്ലേ? അതിന്റെ താഴെ കുറെ പണ്ഡിതന്മാരുടെ ഹദീസിന്റെ ഗ്രന്ഥങ്ങളും റിവായത്തുകളും ഇല്ലേ?
റഹ്മത്തുള്ളാഹി അലൈഹി, അല്ലാഹു അവർക്ക് അനുഗ്രഹം കൊടുക്കുമാറാകട്ടെ. ആ മരണപ്പെട്ടു പോയ മഹാരഥന്മാരായ ഹദീസിന്റെ ലോകത്ത് നാം എപ്പോഴും സ്മരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കുമാറാകട്ടെ, മർഹമത്ത് കൊടുക്കുമാറാകട്ടെ. അല്ലേ, നമ്മളെ ഓതുന്ന ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ ഒന്നല്ലേ? എന്നിട്ട് എന്തുകൊണ്ടാണ് മുസ്ലിം ഉമ്മത്ത് റൂട്ട് പിഴച്ചു പോകുന്നത്, തെറ്റിപ്പോകുന്നത്? എന്താണ്? മദ്ഹബിന്റെ ഇമാമുകൾ, പ്രിയപ്പെട്ടവരെ, ബോധപൂർവം അള്ളാഹുവിന്റെ ഖുർആനിനെതിരായി, പ്രവാചകന്റെ സുന്നത്തിനെതിരായി ഒരു മദ്ഹബിന്റെ ഇമാമ് പോലും ബോധപൂർവം തെറ്റിച്ച് പറഞ്ഞത് ആർക്കെങ്കിലും പറയാനാകുമോ? ഇല്ല. അവരൊക്കെ കിതാബുകൾ എഴുതിയപ്പോ, ലോകത്തോട് സംസാരിച്ചപ്പോ മദ്ഹബിന്റെ ഇമാമുകൾ പറഞ്ഞ ഒരു വാക്കുണ്ട്. ആ വാക്ക് എന്താണെന്നറിയോ? നിങ്ങൾ ആരെങ്കിലും സ്വഹീഹായ ഒരു ഹദീസ് കിട്ടിയാൽ, ആ സ്വഹീഹായ ഹദീസ് കിട്ടിയാൽ, ഇദാ സ്വഹൽ ഹദീസ്, ശരിയായ ഒരു ഹദീസ് വന്നാൽ ഫഹുവ മദ്ഹബി, അതായിരിക്കും എന്റെ മദ്ഹബ്. ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അതിൽ കടിച്ചു തൂങ്ങി നിൽക്കരുത്. സ്വഹീഹായ ഹദീസ് കിട്ടിയാൽ അതാണ് എന്റെ മദ്ഹബ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ജദീദായ ഖൗലും ആ ഖദീമായ ഖൗലും എങ്ങനെ ഉണ്ടായി? ആദ്യം പറഞ്ഞതിനെ തിരുത്തി പറഞ്ഞു. അതാ ജദീദായ ഖൗൽ ഉണ്ടായത്. ഉണ്ടായിട്ടില്ലേ? അള്ളാഹുവിനെ ഭയപ്പെട്ടു അവർ, ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനെ പേടിച്ചു അവർ ബോധപൂർവം ഒരിക്കലും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു സുന്നത്തിനെതിരെയും അവർ സംസാരിക്കില്ല. അവരൊക്കെ വലിയ പണ്ഡിതന്മാരാണ്, വലിയ മഹത്തുക്കളാണ്, വലിയ സൂക്ഷ്മത പാലിക്കുന്ന ആളുകളാണ്. എന്നാൽ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ, നമ്മുടെ പള്ളിയിൽ സൂക്ഷിച്ച അലമാരയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള കിതാബുകളിൽ പറയുന്നു, ഹദീസുകളിൽ പറയുന്നു എന്ന് നിങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകൻ നമുക്ക് വിലക്കിയതാണ്. ഖബർ നിങ്ങൾ കുമ്മായമടിക്കുകയോ സിമന്റ് പൂശുകയോ ചെയ്യരുത്. ഉണ്ടോ ഹദീസില്? ഖബറിന്റെ മേലെ നിങ്ങൾ കെട്ടിപ്പടുക്കരുത്. ഖബറിന്റെ മേലെ നിങ്ങൾ കയറിയിരിക്കരുത്. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം ഖബറിന്റെ മേലെ നിങ്ങൾ എഴുതരുത്. എന്തുകൊണ്ടാണ് സലഫികൾ ഖബറിന്റെ മേലെ എഴുതാത്തത്? മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇഷ്ടമാണ്, മഹബ്ബത്താണ്, സ്നേഹമാണ്. എന്തുകൊണ്ടാണ് സലഫികൾ ഒരു ഖബറും കെട്ടിപ്പൊക്കാത്തത്? മുത്തുനബിയോടുള്ള മഹബ്ബത്താണ്, ഇഷ്ടമാണ്, സ്നേഹമാണ്, ഇസ്ലാമിനോടുള്ള പ്രതിബദ്ധതയാണ്, അള്ളാഹുവിന്റെ ദീനിനോടുള്ള ഇഷ്ടമാണ്. ഈ പ്രോഗ്രാം സംഘടിപ്പിച്ച കടവത്തൂരിലെ സംഘാടകരുണ്ടല്ലോ, ഇവിടുത്തെ ചെയറിന്റെയും ഇവിടുത്തെ ലൈറ്റ് ആൻഡ് സൗണ്ടിന്റെയും ഒരു വാടക കൊടുക്കാൻ ഒരു സംഖ്യ വേണം. എന്നാൽ അത്രയൊന്നും ചെലവില്ല. മരിച്ചുപോയ ഞങ്ങളുടെ ഉപ്പാന്റെ, ഞങ്ങളുടെ കൂട്ടത്തിലെ പണ്ഡിതന്മാരുടെ, ഞങ്ങളുടെ കൂട്ടത്തിലെ നേതാക്കന്മാരുടെ ഒരു ഖബർ കെട്ടിപ്പൊക്കി ഒരു ജാറമാക്കി മാറ്റാൻ ഇന്നത്തെ ഈ പ്രോഗ്രാമിന്റെ ചെലവ് പോലുമില്ല. എന്താ ചെയ്യാത്തത്? എന്താ ചെയ്യാത്തത്? ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് പഠിപ്പിച്ച ദീന് നമുക്ക് പറഞ്ഞു തരാൻ വന്ന തങ്ങളായ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഉമ്മയേക്കാൾ, വാപ്പയേക്കാൾ, ജേട്ടനേക്കാൾ, അനിയനേക്കാൾ, ഭാര്യയേക്കാൾ, ഭർത്താവിനേക്കാൾ, സ്വത്തിനേക്കാൾ, ആസ്തിയേക്കാൾ, സമ്പത്തിനേക്കാൾ, സർവ്വതിനേക്കാൾ നമുക്കിഷ്ടം ആ പ്രവാചകനോടാണ്. അല്ലാഹു കഴിഞ്ഞാൽ ആ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണ്, നിങ്ങൾ ഖബറിന്റെ മേലെ സിമന്റ് പൂശരുത് എന്ന്, നിങ്ങൾ ഖബറിന്റെ മേലെ കുമ്മായം അടിക്കരുത് എന്ന്, നിങ്ങൾ ഖബറിന്റെ മേലെ കയറിയിരിക്കരുത് എന്ന്, നിങ്ങൾ ഖബറിന്റെ മേലെ എടുപ്പുണ്ടാക്കരുത് എന്ന്, നിങ്ങൾ ഖബറിന്റെ മേലെ എഴുതരുത് എന്ന് മുത്തുനബിയോടുള്ള മഹബ്ബത്താണ് ഒരു സലഫിയെ അതിനൊരിക്കലും പ്രേരിപ്പിക്കാത്തത്. അല്ല, ആരോടുള്ള വെറുപ്പല്ല, ആരോടുമുള്ള വൈരാഗ്യമല്ല, അതാണ് ദീനിനോടുള്ള ഇഷ്ടം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ അർത്ഥത്തിൽ എത്രയെത്ര കാര്യങ്ങളാണ് സുഹൃത്തുക്കളെ എനിക്കും നിങ്ങൾക്കും പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. മാത്രമല്ല, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ വിശദീകരിച്ച സ്ഥലത്ത് പണ്ഡിതന്മാർ ഖബറുമായി ബന്ധപ്പെട്ട് അല്ലാത്തതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന നേർച്ച വഴിപാടുകളെ കുറിച്ച് പറയുമ്പോ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, യാഹൂത്തങ്ങളുടെ നേർച്ച, ചേറ്റുവ നേർച്ച, തിരുവനന്തപുരത്ത് നടക്കുന്ന ഭീമാ ഉമ്മാച്ചയുടെ പള്ളിയുമായി ബന്ധപ്പെട്ട നേർച്ച, കണ്ണൂർ ജില്ലയിലെ നേർച്ചകൾ ഒക്കെ നിങ്ങൾ പരിശോധിച്ചോ. എല്ലാം പെരുന്നാളിന് പോലും മറുക്കാത്ത വിധത്തിൽ മുസ്ലിം ഉമ്മത്തിന്റെ ചിന്ത ഉണരാനാണ് ഞാൻ ഇത് പറയുന്നത്. പെരുന്നാളിന് പോലും മറുക്കാത്ത വിധത്തിൽ വലിയ വലിയ ആ പോത്തുകളെയും മാടുകളെയും സംഘടിപ്പിച്ചുകൊണ്ട് ഈ ഖബറിന്റെ പേര് പറഞ്ഞ്, വലിയ മഹാരഥന്മാരായ പണ്ഡിതന്മാരുടെ പേര് പറഞ്ഞ് അറിവുകൾ നടത്തിക്കൊണ്ട് ആൾക്കൂട്ടങ്ങളെ കൂട്ടുമ്പോ
പണ്ഡിതന്മാർ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഖാലൽ ഉലമ, ഇത് പറയുന്നത് ആരാന്നറിയോ നിങ്ങൾക്ക്? ഇബ്നു ഹജറുൽ ഹൈതമിയാണ് പറയുന്നത്. ഖാലൽ ഉലമ, ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്, ലൗ ദബഹ മുസ്ലിമുൻ ദബിഹ, ഒരു മുസ്ലിം ഒരു അറിവ് നടത്തുകയാണ്. എങ്ങനെ? ഒരു മുസ്ലിം ഒരു ബലികർമ്മം നടത്തുകയാണ്, അറിവ് നടത്തുകയാണ്. വഖസദ ബിദബിഹ, ആ അറിവ് കൊണ്ടവൻ ലക്ഷ്യം വെച്ചിട്ടുള്ളത് അത്തഖറുബ്, ഒരു സാമീപ്യമാണ്, ഒരു അടുപ്പമാണ്. ആരുടെ അടുപ്പം? ആ തഖറുബ് ആരുടെ അടുപ്പമാണ് പ്രതീക്ഷിക്കുന്നത്? അത്തഖറുബ ബിഹാ ഇലാ ഗൈരില്ലാഹ്, അല്ലാഹുവല്ലാത്തവരിലേക്കുള്ള ഈ കബറിൽ കിടക്കുന്ന മഹാരഥന്മാരുടെ ഒരു പൊരുത്തം കിട്ടാൻ, ഒരു ഇഷ്ടം കിട്ടാൻ, ഒരു തഖറുബ് കിട്ടാൻ ആഗ്രഹിച്ചുകൊണ്ട് ഒരു അറിവ് നടത്തിയാൽ, ആരാ പറയുന്നത്? ശാഫി മദ്ഹബിലെ അഗ്രഗണ്യ പണ്ഡിതനായ ഇബ്നു ഹജറുൽ ഹൈതമി പറയുകയാണ്, ആ അറുത്തവൻ സാറ മുർത്തദ, അവൻ മതത്തിൽ നിന്ന് പുറത്തുപോയവനാണ്. വദബീഹതുഹു ദബീഹതു മുർത്തദിൻ, മതത്തിൽ നിന്ന് പുറത്തുപോയവന്റെ ബലികർമ്മമാണത്, അറിവാണത്. അത്ര സ്ട്രോങ് ആയിട്ടാണ് പള്ളിയിൽ സൂക്ഷിച്ച മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമിയുടെ ഗ്രന്ഥങ്ങളിൽ വരെ ഈ കാര്യങ്ങൾ ഉണർത്തിയിട്ടുള്ളത്. എന്നിട്ട് എന്താണ് പ്രിയപ്പെട്ടവരെ ആളുകൾ ഈ വിഷയത്തെ പഠിക്കാത്തത്? ആളുകൾ എന്തുകൊണ്ട് ഈ വിഷയത്തെ കേൾക്കുന്നില്ല? ഇത് മാത്രമല്ല, ഇനിയും വ്യത്യസ്തമായ റിപ്പോർട്ടുകളിൽ കാണാം വളരെ ശക്തമായി തന്നെ ഈ കാര്യങ്ങളെ വിശദീകരിച്ചു തന്നുകൊണ്ട് മഹാരഥന്മാരായ പണ്ഡിതന്മാർ പറയുന്ന വാക്കുകൾ കാണാം. ഒരു നേർച്ച, നാം ഇസ്ലാമികമായി ഇസ്ലാമിൽ നേർച്ചയുണ്ട്, വഴിപാടുകളുണ്ട്. ഞാൻ ഇങ്ങനെ തുടങ്ങാൻ കാരണം ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. 10 മണിയോടുകൂടി നമ്മുടെ സമയം, നമ്മൾ വിചാരിച്ച സംസാരം അവസാനിപ്പിക്കും ഇൻഷാ അല്ലാഹ്. അതിനു മുമ്പ് ഈ കാര്യത്തിൽ തുടങ്ങുന്നത്, ഇതുമായി ബന്ധപ്പെട്ട് മനുഷ്യർ മരിക്കുകയും ഒരുപാട് പേക്കൂത്തുകൾ നടക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് അവിടെ നിന്ന് ഞാൻ എന്റെ സംസാരം ആരംഭിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, ഒരു നേർച്ച ഇസ്ലാമിലുണ്ട്, ഇസ്ലാം നേർച്ച അനുവദിച്ചിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. നിങ്ങൾക്ക് ഒരാടിനെ നേർച്ചയാക്കി പാവപ്പെട്ടവർ കറുത്തു കൊടുക്കാം, ഇസ്ലാമിനെ എതിർത്തിട്ടില്ല. ഇല്ല, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്തെങ്കിലും ചെയ്യാൻ നേർച്ചയാക്കാം. ഒരു നോമ്പ് ഇന്ന ദിവസം ഞാൻ എടുക്കുമെന്ന് നേർച്ചയാക്കാം. നേർച്ച ചെയ്താൽ അവനെ നേർച്ച വീട്ടണം, ഇല്ലെങ്കിൽ പ്രായശ്ചിത്തം വരെ കൊടുക്കേണ്ടി വരും. അതൊക്കെ ആ വിഷയത്തിൽ കുറെ ഡീപ്പായി അതല്ലെങ്കിൽ വിശദമായി സംസാരിക്കേണ്ടതാണ്. എന്നാൽ ഒരു നേർച്ച കൊണ്ട് ഒരാൾ ലക്ഷ്യം വെക്കുന്നത് ഖബറിൽ കിടക്കുന്ന ഒരു മഹാത്മാവിന്റെ, ഒരു മനുഷ്യന്റെ ഏതെങ്കിലും അർത്ഥത്തിലുള്ള തഖറുബാണെങ്കിൽ, ലിമൻ ഫിൽ ഖബരി, ഖബറിലുള്ളവന്റെ ഒരു തഖറുബാണ് അവൻ പ്രതീക്ഷിക്കുന്നതെങ്കിൽ, ശാഫി മദ്ഹബിലെ പണ്ഡിതന്മാർ പറയുകയാണ്, അവന്റെ നേർച്ച ബാത്തിലായി. ഇത്ര ക്ലിയർ ആയിട്ടാ പറഞ്ഞിട്ടുള്ളത്. അവന്റെ നേർച്ച തന്നെ ബാത്തിലായി പോയി. ആരാ പറയുന്നത്? ശാഫി മദ്ഹബ് തന്നെ പറയുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ അർത്ഥത്തിൽ വിഷയത്തെ നമ്മൾ പഠിക്കാൻ നമ്മൾ തയ്യാറാകണം. പോരാ, ഇനി ഖബറുമായി, ഈ കെട്ടിപ്പൊക്കിയ ഖബറുകളുമായി ബന്ധപ്പെട്ട് അവിടെ ചെന്ന് വല്ല വെള്ളമോ, അവിടെ ചെന്ന് വല്ല നൂലോ, അവിടെ ചെന്ന് വല്ല ഏലസോ, ഈ സോദരിമാരെ എന്നെ കേൾക്കുന്നവരെ തേടിപ്പോയി അത് കൈത്തണ്ടയിലോ ശരീരത്തിലോ ബന്ധിക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ നടന്ന സംഭവത്തെ ഞാനും നിങ്ങളും അറിയണം. പോരാ, സഹാബികളുടെ ജീവിതത്തിൽ ഉണ്ടായ ഹുദൈഫത്ത് റളിയല്ലാഹു അൻഹു ഒരു രോഗിയെ സന്ദർശിക്കാൻ പോവുകയാണ്. അന്നഹു ദഖല അലാ മരീദ്, ഒരു രോഗിയുടെ അടുക്കൽ അദ്ദേഹം പ്രവേശിക്കുകയാണ്. എന്നിട്ട് ആ രോഗിയെ ഇങ്ങനെ തടവുകയാണ്. ആരാ? ഈ രോഗിയെ കാണാൻ ചെന്നിട്ടുള്ളത് സഹാബിയാണ്. സഹാബിയായ ഹുദൈഫത്ത് റളിയല്ലാഹു അൻഹു രോഗിയുടെ അടുക്കൽ പ്രവേശിച്ച് അയാ രോഗിയുടെ കൈത്തണ്ടയിൽ ഇങ്ങനെ തടവുമ്പോ അവിടെ ഒരു നൂല് കണ്ടു. ഫൈദാ ഫീഹി ഖൈത്തുൻ, ഒരു നൂല് ശ്രദ്ധയിൽപ്പെട്ടോ, അല്ലെങ്കിൽ കയ്യിൽ ഇങ്ങനെ തടഞ്ഞു. അപ്പൊ ചോദിച്ചു, ഇതെന്താണ്? അദ്ദേഹം പറഞ്ഞു, ഇത് ഈ രോഗത്തിന് വേണ്ടി ഇങ്ങനെ മന്ത്രിച്ചു കെട്ടിയതാണ് എന്ന് പറഞ്ഞപ്പോ സഹാബിയുടെ പ്രതികരണം എന്തുണ്ടായി എന്ന് പറയാനാ. സഹാബി പറയാ, വഖാല, ആ രോഗിയോട് ഈ നൂല്, ഈ ഏലസ് കയ്യിൽ കെട്ടി അവിടെ കിടക്കുന്ന മനുഷ്യനോട് ഈ മഹാനായ സഹാബി പറയുന്നത് എന്താണെന്നറിയോ? ലൗ മിത്ത വഹുവ അലൈക, താങ്കളെങ്ങാനും ഇത് നിന്റെ ശരീരത്തിൽ ഉണ്ടായിരിക്കെ, ഇത് കെട്ടിയവനായി, ഇത് ബന്ധിച്ചവനായി, ഈ ഏലസോ ഈ നൂലോ ഈ രോഗത്തിന് വേണ്ടി കെട്ടിയവനായി താങ്കൾ മരിച്ചുപോയാൽ താങ്കളുടെ മേൽ ഞാൻ നമസ്കരിക്കുക പോലുമില്ല, മയ്യത്ത് നമസ്കാരത്തിൽ പോലും ഞാൻ പങ്കെടുക്കുകയില്ല എന്ന് പറയുന്നത്
പ്രിയപ്പെട്ടവരെ നമുക്ക് വായിക്കാൻ പറ്റും. ഇതെന്തുകൊണ്ടാണ് പണ്ഡിതന്മാർ ഇത് സമൂഹത്തിന്റെ മുമ്പിൽ കേൾപ്പിക്കാത്തത്, പറഞ്ഞു കൊടുക്കാത്തത്? അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലേക്ക് ഒരു 10ഓളം വരുന്ന ഒരു ടീം വന്നപ്പോ 9 ആളുകളുടെ കൈ പിടിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ അവർക്ക് ഒരു ഉടമ്പടിയിൽ അവരുമായി ഒരു കരാറിൽ ഏർപ്പെട്ടപ്പോ അവിടെ വന്ന ഈ 10 ആളിൽ 9 ആളുകളുടെ കൈ പിടിച്ച് ബൈഅത്ത് ചെയ്തപ്പോ ഒരാളെ മാറ്റി നിർത്തി അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അപ്പൊ വന്നവർ ചോദിച്ചു നബിയോട്, എന്താ ചോദിച്ചെന്നറിയോ? നബിയെ, നിങ്ങൾ 9 ആളുമായി ബൈഅത്ത് ചെയ്തല്ലോ, എന്താ നബിയെ നിങ്ങൾ ഒരാളെ മാറ്റി നിർത്തിയത്? അള്ളാഹുവിന്റെ പ്രവാചകൻ കൊടുത്ത മറുപടി അറിയുമോ? കടവത്തൂരിലെ മുസ്ലിങ്ങളെ, നിങ്ങൾ കേട്ടിട്ടില്ലേ മുത്തുനബിയുടെ മറുപടി എന്തെന്നറിയുമോ? അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഞാൻ 9 ആളുമായി ബൈഅത്ത് ചെയ്തു, ഈ കാണുന്ന മനുഷ്യനെ ഞാൻ മാറ്റി നിർത്തിയിട്ടുണ്ട്. ശരിയാണ് നിങ്ങൾ പറയുന്നത്, അതിന് കാരണമുണ്ട്. അവന്റെ മേൽ ഏലസുണ്ട്, അവന്റെ ശരീരത്തിൽ ഏലസുണ്ട് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു എന്ന് മാത്രമല്ല, മുത്തുനബിക്ക് അധികാരമുണ്ട്. കടവത്തൂരിൽ ഏലസ് കെട്ടിയ ഒരു മനുഷ്യനെ കണ്ടാൽ അവന്റെ ഏലസ് പൊട്ടിച്ചു കളയാൻ നമുക്ക് അധികാരമില്ല. ഇല്ല, പറയാനേ നമുക്ക് അധികാരമുള്ളൂ, പൊട്ടിച്ചു കളയാൻ നമുക്ക് അധികാരമില്ല. മുത്തുനബിക്ക് അധികാരമുള്ള സമയമാണ്. മുത്തുനബിയുടെ കൈ ഏലസിന്റെ ഉള്ളിലേക്ക് അങ്ങ് പ്രവേശിപ്പിച്ചു. അള്ളാഹുവിന്റെ പ്രവാചകൻ കൈയങ്ങ് ഏലസിന്റെ ഉള്ളിലേക്ക് അങ്ങ് പ്രവേശിപ്പിച്ചിട്ട് ഏലസ് അങ്ങ് വലിച്ചു പൊട്ടിച്ചു. എന്നിട്ട് മുത്തുനബി പറഞ്ഞു, ആരെങ്കിലും ഏലസ് കെട്ടിയാൽ അവൻ ശിർക്ക് ചെയ്തവനാണ്. ഉണ്ടോ ഹദീസിൽ? ഇത് വെറുതെ പറയാ. കടവത്തൂരിലെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംഘടിപ്പിച്ച ഒരു പ്രോഗ്രാമിൽ വന്ന് ശിഹാബടക്കൽ എന്തെങ്കിലും ഒരു വർത്തമാനം പറയുകയില്ല. നിങ്ങൾ പഠിക്കണം മുസ്ലിങ്ങളെ, നമ്മളൊക്കെ ഒരൊറ്റ പിതാവിന്റെയും മാതാവിന്റെയും മക്കളാ. മുത്തുനബിയുടെ ശഫാഅത്ത് നാളെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാ. അള്ളാഹുവിന്റെ കോടതി ഒരു കാരക്കുരുവിന്റെ മുകളിൽ കാണുന്ന പാറയുടെ അളവ് പോലും അനീതി ഉണ്ടാവുകയില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിന്റെ കോടതിയിൽ ചെന്നു നിൽക്കണമെന്ന് വിശ്വസിക്കുന്നവരാ. അതുകൊണ്ട് ഞാൻ പറയുന്നു, നിങ്ങൾ അന്വേഷിക്കണം, നിങ്ങൾ പഠിക്കണം. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണോ? ആണോ? ഒരു നേർച്ച, ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ഒരു ഖബറിലുള്ളവന് ആ തഖറബ് പ്രതീക്ഷിച്ചുകൊണ്ട്, അവന്റെ അടുപ്പം പ്രതീക്ഷിച്ചുകൊണ്ട്, അയാളുടെ പൊരുത്തം പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്താൽ നേർച്ച ബാത്തിലാകുമെന്ന് പറയുമ്പോ ഉള്ളതാണോ? പഠിക്കണം നമ്മള്. ഇബ്നു ഹജർ ലൈതമി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? വഇൻ ഖുസിദ ബിഹാദൻ നദരി, അതെ, ഒരു നേർച്ച കൊണ്ട് ഒരാൾ ലക്ഷ്യം വെക്കുന്നത് അത്തഖറബു ലിമൻ ഫിൽ ഖബരി ബതല എന്ന് ഞാൻ പറഞ്ഞില്ലേ. തുടർന്ന് ഇബ്നു ഹജർ ലൈതമി പറയുന്നുണ്ട്, ലിഅന്ന തഖറബ ഇന്നമാ യുതഖറബു ബിഹാ ഇലല്ലാഹി തആല ലാ ഇലാ ഖൽഖിഹി, അല്ലാഹുവിലേക്കല്ലാതെ ഒരു സൃഷ്ടികളിലേക്കും ഇല്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു തഖറബ് നിങ്ങൾ പ്രതീക്ഷിക്കരുത് എന്ന് ആരാ പഠിപ്പിക്കുന്നത്? പള്ളി ദർസിൽ നമ്മൾ സൂക്ഷിച്ചു വെച്ച കിതാബുകളിലാണ് പറയുന്നത്. ഇനിയും കേട്ടോളൂ നിങ്ങള്. ഇമാം നബവി, മഹാനായ 2ാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം നബവി, പ്രിയപ്പെട്ടവരെ പറയുന്ന വാചകം ശ്രദ്ധിച്ചു കേട്ടോളൂ. അല്ലാഹുവിനല്ലാതെ അറുക്കുക എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ പേരിലല്ലാതെ അറുക്കുക എന്നതാണ്. ഒരാടിനെ, ഒരു പോത്തിനെ, ഒരു മാടിനെ, ഒരു കോഴിയെ, ഒരു പണം, ഒരു വസ്തു നിങ്ങളുടെ പേരിൽ നേർച്ചയാക്കുമ്പോ, വൈദീശിന്റെ പേരിൽ നേർച്ചയാക്കുമ്പോ കുറ്റപ്പെടുത്താനല്ല ഇത് പറയുന്നത്, ആലോചിക്കാനാണ് പറയുന്നത്, വേദനിപ്പിക്കാനല്ല ഇത് പറയുന്നത്, അള്ളാഹുവിന്റെ ദീനിനെ പഠനവിധേയമാക്കാനാണ് ഇത് പറയുന്നത്. നമ്മുടെ പള്ളിയിൽ സൂക്ഷിച്ച ഇമാം നബവിയുടെ കിതാബിലാണ് മഹാനായ ഇമാം നബവി ലോകത്തോട് ഇത് പറയുന്നത്. അല്ലാഹുവിനല്ലാത്ത അർദ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ പേരിലല്ലാതെ അറുക്കുക എന്നതാണ് അതിനർത്ഥം. ശ്രദ്ധിച്ചു കേട്ടോളൂ. അറുത്തവനെ പോലെ എന്താ പറഞ്ഞത്? മൂസാ നബിയുടെ പേരിൽ അറുത്താലും, ഈസാ നബിയുടെ പേരിൽ അറുത്താലും, ബിംബത്തിന്റെ പേരിൽ അറുത്താലും, കുരിശിന്റെ പേരിൽ അറുത്താലും, ഇതുപോലെയുള്ളതിന്റെ പേരിൽ അറുത്താലും
എല്ലാം ഹറാമാണ്. വലാ തഹില്ലു ഹാദിഹി ദബീഹ, ഈ അറിവ് ഒരിക്കലും സഹീഹാവുകയില്ല. അറുത്തവനാകട്ടെ സവാഉൻ കാന ദാബിഹു മുസ്ലിമൻ ഔ നസ്റാനിയ, അറുത്തതൊരു ക്രിസ്ത്യാനിയാകട്ടെ അറുത്തതൊരു മുസ്ലിമാകട്ടെ അവന്റെ അറിവ് ശരിയല്ല. നസ്സ അലൈഹി ശാഫിഈ, ഇമാം ഷാഫി സംശയത്തിനിടമില്ലാതെ ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്. വത്തഫഖ അലൈഹി അസ്ഹാബുനാ, ഇമാം ഷാഫിയുടെ കൂടെയുള്ളവരും ഈ അഭിപ്രായത്തോട് യോജിച്ചവരാണ്. എന്നിട്ടാ ബദരീങ്ങളുടെ പേരിൽ അറിവ് നടക്കുന്നത്, എന്നിട്ടാ ഷെയ്ഖിന്റെ പേരിൽ അറിവ് നടക്കുന്നത്, എന്നിട്ടാ മൊയ്‌ദീൻ ഷെയ്ഖിന്റെ പേരിൽ അറിവ് നടക്കുന്നത്. മുസ്ലിം ഉമ്മത്തെ ഉണരണം. അള്ളാഹുവിന്റെ ദീന് നമ്മൾ പഠിക്കണം. അള്ളാഹുവിന്റെ ദീന് ഞാനും നിങ്ങളും അറിയണം, പഠിക്കണം. ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളായി നമ്മുടെ മുന്നിലേക്ക് വരുമ്പോ അതൊക്കെ വളരെ ഗൗരവത്തോടു കൂടി നാളെ പരലോകത്ത് മറുപടി പറയേണ്ടി വരുമെന്ന ചിന്ത നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. അതിനായി ഇത് വളരെ ഗൗരവത്തോടു കൂടി തുടർച്ചയായി 10 ദിവസങ്ങളായി ഒരു ദിവസം പോലും ഇടവേളയില്ലാതെ ഇതുപോലെ 1.5 മണിക്കൂറും 2 മണിക്കൂറും ഒക്കെ സംസാരിക്കുന്നത് തൊണ്ട പൊട്ടുമാറ് കടവത്തൂരിന്റെ ഈ ടൗണിൽ ഈ ശബ്ദം കേൾക്കുന്നവരോട് പറയുന്നത് ഭൗതികമായ ഒരു ലാഭേച്ഛയും ആഗ്രഹിക്കാതെയാണ്. ഇത് കഴിഞ്ഞു പോകുമ്പോ ഒരു പാക്കറ്റ്, നമ്മുടെ ഒരു ചെറിയ കവറ്, അതെ നമ്മുടെ വാഹനത്തിന് ഡീസൽ അടിക്കാൻ തരുമ്പോ കനം കൂടുതൽ ഉണ്ടെങ്കിൽ തിരിച്ചെടുത്തോളൂ എന്ന് പറഞ്ഞ് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിന്റെ കൂലി ആഗ്രഹിച്ചിട്ട അള്ളാഹുവിന്റെ ദീന് നിങ്ങളുടെ മുമ്പിൽ സധൈര്യം പ്രഖ്യാപിക്കുന്നത്. ഇത് ഭൗതികമായ ലാഭത്തിനു വേണ്ടിയുള്ള സംസാരമല്ല. നിങ്ങൾ പഠിക്കണം അള്ളാഹുവിന്റെ ദീന്. നിങ്ങൾ അള്ളാഹുവിന്റെ ദീൻ അറിയണം. ഏതെങ്കിലും വിശ്വാസത്തിന്റെ പേരിൽ അന്ധമായ ഒരു തഖ്ലീദ് നമ്മുടെ മുമ്പിൽ ഉണ്ടാവരുത്. നമുക്കൊക്കെ മരിക്കണം. മരിക്കുമ്പോൾ ഒരാളും നമ്മുടെ കൂടെ വരില്ല. ഒറ്റയ്ക്ക് കിടക്കണം കബറില്. കടവത്തൂരിലെ പള്ളിയുടെ കബർസ്ഥാൻ എവിടെയാണെന്ന് എനിക്കറിയില്ല. ആ കബറിന്റെ മുന്നിലേക്ക് ചെല്ലു നിങ്ങൾ, ഞാനും നിങ്ങളും പോ. കബറാളിയോട് സലാം പറയും. കബറിന്റെ തൊട്ടടുത്ത് നിൽക്ക്. മരിച്ചുപോയ ഉപ്പാന്റെ കബറ്, മരിച്ചുപോയ ഉമ്മയുടെ കബറ്, ചേട്ടന്റെ കബറ്, അനിയന്റെ കബറ്, ഭാര്യയുടെ കബറ് ഒക്കെ ഉണ്ടാകും. ആ കബറിന്റെ മുന്നിൽ ചെന്നു നിന്ന് കബറിനെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കുമ്പോ, പടച്ചവനെ ഇന്നല്ലെങ്കിൽ നാളെ റബ്ബേ ഇതേപോലെ ആരടി മണ്ണിൽ വന്ന് കിടക്കേണ്ടവനാണ് ഞാന് എന്ന ഒരു ബോധം നമുക്ക് കിട്ടാനാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്. സൂറുൽ ഖുബൂർ, നിങ്ങൾ ഖബർ സിയാറത്ത് ചെയ്യണേ. ഇതിനാ ഖബർ സിയാറത്ത്? നിങ്ങൾ ഖബർ സന്ദർശിക്കണമെന്നാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്. സിയാറത്തുണ്ട് ഇസ്ലാമിൽ എന്നാണ് പറയുന്നത്. ഖബർ സിയാറത്ത് ഇസ്ലാമിൽ ഉണ്ട്. മുജാഹിദുകളെ, കടവത്തൂരിലെ മുസ്ലിങ്ങളെ, ഖബർ നിങ്ങൾ സിയാറത്ത് ചെയ്യണം. എന്തിന്? നിങ്ങൾക്ക് 2 ബോധം കിട്ടാനാണ്. നിങ്ങൾക്കത് മരണബോധം ഉണ്ടാക്കി തരും. അങ്ങനെ പരലോകത്തെ കുറിച്ചും മരണത്തെ കുറിച്ചുമുള്ള ചിന്ത നിങ്ങൾ ഖബറിന്റെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോൾ കിട്ടും. അപ്പോ ഈ ഖബറിൽ കിടക്കുന്നതിന്റെ പ്രിയപ്പെട്ട വാപ്പയാണ്. എത്ര മനോഹരമായി ഇവിടെ ജീവിച്ചതാണ്, എത്ര നല്ല വീടിൽ കഴിഞ്ഞു പോയതാണ്. നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ വാപ്പ മരിച്ചു, നമ്മുടെ ഉമ്മ മരിച്ചു, ആരും നമ്മുടെ വീട്ടിൽ വരുന്നില്ല, ആരും ഒരു പള്ളിയും ഇടപെടുന്നില്ല. നമ്മൾ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് പറയും, എന്റെ വാപ്പ മരിച്ചിട്ട് മണിക്കൂറുകളായി, പള്ളി കമ്മിറ്റി ഇടപെടുന്നില്ല, മുസ്ലിങ്ങളുടെ ഖബർസ്ഥാനിൽ നിന്ന് വിവരം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇടപെട്ടുകൊണ്ട് വാപ്പയെ ഖബറടക്കാനുള്ള ഏർപ്പാട് ചെയ്യണമെന്ന് കേരളത്തിലെ മുസ്ലിം പറയും. പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് വാപ്പാനെ പാട്ടുവെക്കുകയില്ലാരും. ഇല്ല, എന്റെ പുന്നാര വാപ്പയല്ലേ, മരിച്ചിട്ട് 1 ദിവസമല്ലേ ആയിട്ടുള്ളൂ, ഇവിടെ തന്നെ നിൽക്കട്ടെ എന്നാരും വിചാരിക്കില്ല. കൊണ്ടുപോകും, 6 അടി മണ്ണിലേക്ക് വെക്കും, 3 കല്ല് വെക്കും, 3 പിടി മണ്ണ് വാരിയിടും, തസ്ബീഹ് ചൊല്ലും, ആത്മാർത്ഥമായി ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനോട് ദുആ ചെയ്യും. പക്ഷേ ഉമ്മയെ വാപ്പയെ അതേ കട്ടിലിൽ നമ്മൾ ആരും ദിവസങ്ങളും മാസങ്ങളും കിടത്തുകയില്ല. കൊണ്ടുപോകാനാണ് പറയുക. അതുവരെയുള്ള അഡ്രസ് അവസാനിക്കും. നിന്റെ പേര് ഷിഹാബടക്കരാന്ന അല്ലേ, അല്ലെങ്കിൽ ഷിഹാബ് സലഫീന, അല്ലെങ്കിൽ ഷിഹാബ് ഫാറൂഖീന ആയിക്കോട്ടെ. ആ ഷിഹാബടക്കര എന്ന വിളി, ആ ഷിഹാബടക്കര എന്ന വിളി, സുഹൃത്തുക്കളെ, ഇവിടെ വെച്ച് ഞാൻ മരിച്ചാൽ അവസാനിച്ചു. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ദീർഘായുസ് നൽകുമാറാകട്ടെ. അല്ലേ, ഈ സദസ്സിൽ എന്റെ ബന്ധുക്കളുണ്ട്, ഉണ്ട്. ഞാനിവിടെ വെച്ച് മരിച്ചാൽ എന്റെ വീട് ഇവിടുന്ന് ഒരുപാട് കിലോമീറ്റർ അപ്പുറമാണ്. കോഴിക്കോട് നിന്ന് 90 കിലോമീറ്റർ അപ്പുറമാണ് എടക്കര. അപ്പോ സുഹൃത്തുക്കളെ, ഒരുപാട് ദൂരമുണ്ട്. ആ ദൂരത്തേക്ക് എന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ
നാട്ടിൽ നിന്ന് എന്റെ ചേട്ടന്റെയോ അനിയന്റെയോ ബന്ധുക്കളുടെയോ അയൽവാസികളുടെയോ വിളി വരും. എന്റെ കൂടെ മയ്യത്തിന്റെ കൂടെ വരുന്ന ആളുകളുടെ ഫോണിലേക്ക് ശിഹാബ് എവിടെ എത്തി എന്നല്ല ചോദിക്കുക. അല്ല, ശിഹാബ് എവിടെ എത്തി എന്ന ചോദ്യമില്ല. മയ്യത്ത് എവിടെ എത്തി, മയ്യത്ത് എവിടെ എത്തി? മയ്യത്ത് തലശ്ശേരി എത്തി, മയ്യത്ത് വടകര എത്തി, മയ്യത്ത് താമരശ്ശേരി എത്തി, മയ്യത്ത് എടവണ്ണ എത്തി, മയ്യത്ത് നിലമ്പൂരെത്തി, മയ്യത്ത് ചുങ്കത്ര എത്തി, മയ്യത്ത് എടക്കര എത്തി. ബോർഡ് വെക്കും അവിടെ. ആദർശ ബന്ധുക്കളായ ആളുകൾ ബോർഡ് വെക്കും. ശിഹാബ് എടക്കരയുടെ നിസ്കാരം എന്നല്ല, മയ്യത്ത് നമസ്കാരം രാവിലെ 9 മണിക്ക്, രാവിലെ 10 മണിക്ക് ഇന്ന സമയത്തെന്ന ബോർഡ് വെക്കും. അഹങ്കരിക്കേണ്ട മുസ്ലിങ്ങളെ, ആരും അഹങ്കരിക്കേണ്ട. നിങ്ങളുടെ വീടുകളും കൊട്ടാരങ്ങളും നിങ്ങളുടെ ബിസിനസ്സുകളും നിങ്ങളുടെ സൂപ്പർ മാർക്കറ്റുകളും നിങ്ങളുടെ ഷോപ്പുകളും നിങ്ങളുടെ ചെറുകിട വ്യവസായങ്ങളും ഒന്നിനെ കൊണ്ട് നമ്മൾ ആരും അഹങ്കരിക്കരുത്. നമ്മളൊക്കെ സാധാരണക്കാരിൽ സാധാരണക്കാരാണ്. ഇന്ന് മരിച്ചാൽ നമ്മുടെ പേര് പോലും മാറും. പിന്നെ നേരത്തെ ഇവിടെ പറഞ്ഞില്ലേ, നാളെ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ വാപ്പയുടെ സ്വത്ത് ഓഹരി വെക്കുമ്പോ തർക്കവിതർക്കങ്ങൾ നടത്തുന്ന മക്കൾക്ക് വേണ്ടി ഈ സ്വത്ത് വിട്ടേച്ചു പോകും. എനിക്ക് റോഡ് സൈഡ് വേണമെന്ന് മൂത്ത മകൻ പറയുമ്പോ, എനിക്ക് വേണമെന്ന് അനിയൻ പറയുമ്പോ, എനിക്ക് വേണമെന്ന് ചെറിയാള് പറയുമ്പോ തർക്കവിതർക്കങ്ങളുടെ മുന്നിൽ വാപ്പയുടെ സ്വത്ത് വിട്ടേച്ചു പോകുന്ന ഒരവസ്ഥയുണ്ടാകും. ആർക്കു വേണ്ടിയാണ് ഞാൻ അധ്വാനിച്ചത് എന്ന്, ആർക്കു വേണ്ടിയാണ് ഞാൻ ഈ ഓടി നടന്നത്? ഉറക്കമണിച്ച് യുഎഇയുടെ മണ്ണിൽ, കുവൈത്തിന്റെ മണ്ണിൽ, ബഹ്റൈനിന്റെ മണ്ണിൽ, സൗദിയുടെ മണ്ണിൽ, പിന്നെ ഖത്തറിന്റെ മണ്ണിൽ, അതേ ഒരുപാട് പ്രവാസികളുള്ള സ്ഥലമാണ് കടവത്തൂരൊക്കെ. ഏലാങ്കോടും കടവത്തൂരും പരിസര പ്രദേശങ്ങളൊക്കെ ഒരുപാട് പ്രവാസികളുള്ളവരാണ്. ആർക്കു വേണ്ടിയാണ് ഞാൻ എന്റെ നൈറ്റ് ഡ്യൂട്ടി പോലും എടുത്തത്? എന്റെ പകൽ സമയം ഡ്യൂട്ടി കഴിഞ്ഞിട്ടും ഓവർ ടൈം ഞാൻ ഡ്യൂട്ടി ചെയ്തത് ആർക്കു വേണ്ടിയാ? എന്റെ വീട്ടിലിരിക്കുന്ന ഭാര്യയ്ക്ക് ജീവിക്കാനാണെങ്കിൽ എന്റെ സാലറി മാത്രം മതിയായിരുന്നു. അതേ എന്റെ മക്കൾ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ പഠനം, അവരുടെ വിവാഹം എല്ലാം മുന്നിൽ കണ്ടു. എന്നിട്ട് ഈ മക്കൾ നാളെ നമുക്കെതിരായാൽ, ഈ മക്കൾ നമുക്കെതിരായാൽ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിന്റെ മുമ്പിൽ നമുക്കെതിരെ സാക്ഷി പറയുന്ന ഭാര്യയും മക്കളുമായാൽ ആർക്കു വേണ്ടി അധ്വാനിച്ചു നമ്മൾ എന്ന ചോദ്യം ബാക്കിയാവുകയാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് ഗർവ് നടിക്കരുത്, അഹങ്കാരം നടിക്കരുത്, പൊങ്ങച്ചമുണ്ടാകരുത്. ഹൃദയത്തിനുള്ളിൽ ഒരു ചെറിയ ഭാഗം അഹങ്കാരം വന്നാൽ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ലാ യദ്ഖുലുൽ ജന്ന, അവന് സ്വർഗ്ഗപ്രവേശനമില്ല എന്നതാണ്. എന്തിനാ ഈ ആദർശരംഗം പറയുമ്പോൾ ഇത് പറയുന്നത്? ഇതൊക്കെ മുജാഹിദുകൾ പറയുന്നതല്ലേ, ഇതൊക്കെ വിസ്ഡം പറയുന്നതല്ലേ? അതൊന്നും നമുക്ക് അങ്ങനെ ഗൗരവത്തിലെടുക്കേണ്ട ആവശ്യമില്ല എന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിൽപ്പെടാത്ത ഒരാളും ചിന്തിക്കരുത്. പറയുന്നത് ശരിയുണ്ടോ എന്ന് അന്വേഷിക്കണം. ഇല്ലേ, നിങ്ങൾക്ക് തള്ളിക്കളയാം. ഇസ്ലാം എന്ന് പറഞ്ഞ മതം ചെറിയ അള്ളാഹുവിനെ മറക്കുന്ന ചെറിയ പടുതുകളെ വരെ അടച്ചതാണ്. ഒരു കൈനോട്ടക്കാരനെ പോലും സമീപിക്കരുത് എന്ന് പറഞ്ഞ മതം. സുബ്ഹാനല്ലാഹ്, മൻ അതാ അർറാഫൻ ഔ കാഹിന ഔ സാഹിറ, ഒരു ജ്യോത്സ്യനെ, ഒരു മാരണക്കാരനെ, ഒരു കൈനോട്ടക്കാരനെ ഒരാൾ സമീപിക്കുകയാണ്. ഫസഅലഹു അൻ ഷൈഇൻ, എന്നിട്ട് അയാളോട് ഒരു കാര്യം ചോദിക്കുകയാണ്. ഒരു കൈനോട്ടക്കാരൻ നമ്മുടെ വീട്ടിൽ വന്നാൽ എനിക്ക് വിശ്വാസമൊന്നുമില്ല, വെറുതെ ഒന്ന് നോക്കുകയാണ് എന്ന് പറഞ്ഞ് നോക്കിയാൽ തന്നെ നിസ്കാരം ബാത്തിലാവും. വിശ്വസിച്ചാലോ? ഇയാള് 10 കാര്യം പറഞ്ഞപ്പോ 5-6 കാര്യങ്ങൾ ശരിയാന്ന് തോന്നി. നമ്മൾ അത് വിശ്വസിച്ചാൽ, സത്യപ്പെടുത്തിയാൽ കഫറ മാ ഉൻസില അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബിക്ക് ഇറങ്ങിയ ഖുർആനിൽ അവിശ്വസിച്ചവനായി മാറിയെന്ന് കളവ് പറയാത്ത തങ്ങളായ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അപ്പൊ എത്രത്തോളം ഗൗരവമുണ്ട്? ഒരു കൈനോട്ടക്കാരനെ പോലും സമീപിക്കരുത്, ഒരു സിദ്ധനെ സമീപിക്കരുത്, ഒരു ജ്യോത്സ്യനെ സമീപിക്കരുത്. എന്നിട്ടാ നമ്മുടെ തൊട്ടടുത്ത ജില്ലയാകുന്ന കണ്ണൂരിൽ, കാസർഗോഡിന്റെ പൂച്ചക്കാടിൽ ജിന്നുമ്മ ചികിത്സക്ക് വേണ്ടി ഒരുങ്ങുമ്പോ വീട്ടുകാരനോട് പറഞ്ഞത്, നിങ്ങളെ ഭാര്യ വീട്ടിലുണ്ടാകരുത്, നിങ്ങളെ മക്കള് വീട്ടിലുണ്ടാകരുത്, ഒരു പൂജയുണ്ട് അവിടെ എന്ന് പറഞ്ഞ് പാവപ്പെട്ട മനുഷ്യനെ ഒറ്റക്കാക്കി, ആ വീട്ടിൽ ഒറ്റക്കാക്കി കൊന്നു തീർത്ത് ജയിലിൽ പോയി കിടക്കുന്ന ജിന്നുമ്മമാരെ ആരാ ഉണ്ടാക്കിയെടുത്തത്? ആരാ കൊണ്ടുവന്നത്? ഒരു മനുഷ്യനോട് പറയാ ഒരു പൂജാകർമ്മമുണ്ട്, പക്ഷെ വീട്ടിൽ ഒരാളും ഉണ്ടാകരുത്. കോടികളാണ് തട്ടിയത്, അല്ലേ? കോടികളാണ് തട്ടിയത്. അത് 30-ന്റെയും 40-ന്റെയും വയസ്സിനിടയിൽ പ്രായമുള്ള ഒരു ചെറുപ്പക്കാരിയായ പെണ്ണ് പറയാ വീട്ടിലാരും ഉണ്ടാകരുത്, ചില പൂജയുണ്ട്.
നിന്നുകൊടുക്കുന്ന മുസ്ലിം ഉമ്മത്തിൽപ്പെട്ടവർ. എവിടുന്ന് കിട്ടി ഈ അന്ധവിശ്വാസങ്ങൾ? എവിടുന്ന് വന്നു ഈ അനാചാരങ്ങൾ? എവിടുന്ന് വന്നു? അള്ളാഹുവിന്റെ പ്രവാചകൻ പറയാ, ഒരു കൈനോട്ടക്കാരനെ പോലും സമീപിച്ച് അയാൾ പറയുന്നത് സത്യപ്പെടുത്തിയാൽ, ഒരു സാഹിറിനെ പോയി സമീപിച്ച് അയാൾ പറയുന്നത് സത്യപ്പെടുത്തിയാൽ അള്ളാഹുവിന്റെ ഖുർആനിൽ അവിശ്വസിച്ചവരായി മാറിയെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര ഗൗരവത്തിലാ പറഞ്ഞത്. നീ സത്യം ചെയ്യുമ്പോഴോ ലോകത്തിന്റെ രക്ഷിതാവായ അള്ളാഹുവാണ് സത്യമെന്നാണ് മുസ്ലിങ്ങളെ നമ്മൾ പറയേണ്ടത്. മദീനികളാണ് സത്യമെന്നല്ല, ഷെയ്ഖാണ് സത്യമെന്നല്ല, അല്ല മുഹമ്മദ് നബിയാണ് സത്യമെന്നല്ല. പിന്നെ അള്ളാഹുവിന്റെ പേരിൽ മാത്രമേ സത്യം ചെയ്യാവൂ. ചെറിയ ചെറിയ കാര്യത്തിന് വേണ്ടി സത്യം ചെയ്യുന്നത് മാറ്റി നിർത്തുകയും വേണം. അള്ളാന്റെ പേരിൽ സത്യം ചെയ്യുമ്പോ ഗൗരവമുള്ള കാര്യമാകണം. എന്നിട്ട് അള്ളാന്റെ റസൂൽ പറഞ്ഞെന്താ? മൻ ഹലഫ ബിഗൈരില്ലാഹ്, അള്ളാഹുവിന്റെ പേരിലല്ലാതെ ഒരാൾ സത്യം ചെയ്താൽ ഫഖദ് അശ്റക, അവൻ ശിർക്ക് ചെയ്തവനാണ്. എത്രത്തോളം ഗൗരവത്തോടു കൂടിയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ മേഖലയെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അള്ളാഹുവിന്റെ പേരിലല്ലാതെ സത്യം ചെയ്താൽ അവൻ ശിർക്ക് ചെയ്തവനാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുക. അപ്പോ സത്യം ചെയ്യൽ ഉണ്ട് ഇസ്ലാമിൽ, അള്ളാഹുവിന്റെ പേരിലാകണം. നേർച്ചയുണ്ട് ഇസ്ലാമിൽ, അള്ളാഹുവിന്റെ കൂലി ആഗ്രഹിച്ചിട്ടാവണം, അള്ളാഹുവിന്റെ പേരിലാകണം. അറുത്തു കൊടുക്കലുണ്ട് ഇസ്ലാമിൽ, അള്ളാഹുവിന്റെ കൂലി ആഗ്രഹിച്ച് അള്ളാഹുവിന്റെ പേരിലാകണം. പ്രിയപ്പെട്ടവരെ, രോഗം വന്നാൽ ചികിത്സിക്കലുണ്ട് ഇസ്ലാമിൽ, ചികിത്സിക്കുകയാണ് വേണ്ടത്. എന്റെ വാപ്പക്ക് സുഖമില്ലാതെ കിടക്കുമ്പോ സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലക്, സൂറത്തുൻ നാസ് ഓതി തടവി കൊടുക്കാവുന്നതാണ്. രോഗിയുടെ നെറ്റിയിൽ കൈവച്ചുകൊണ്ട് അള്ളാഹു അനുവദിച്ച പ്രാർത്ഥനയും മന്ത്രവും ചൊല്ലാവുന്നതാണ്. പക്ഷേ അവിടെ ഒരു നൂലുതി കെട്ടി കൈത്തണ്ടയിലോ ശരീരത്തിലോ ബന്ധിക്കലില്ല. ഒരു തകിട് കുപ്പിയിലാക്കി മുറ്റത്ത് കുടിച്ചിടലില്ല. ജോത്സ്യനെ പോയി കാണലില്ല, സിദ്ധനെ പോയി കാണലില്ല, ദീദിയെ പോയി കാണലില്ല. നല്ല ട്രീറ്റ്മെന്റ് നടത്തുക, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് പോവുക, ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനോട് പ്രാർത്ഥിക്കുക, തവക്കുൽ ചെയ്യുക. ഇസ്ലാം പഠിപ്പിച്ചതിൽ നിന്ന് അപ്പുറം പോകാൻ നമുക്ക് അനുവാദമില്ല. അപ്പൊ ഇസ്ലാമിൽ എന്തുണ്ട്? കിടക്കാൻ നേരത്ത് രണ്ട് കൈയും ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് രണ്ട് കൈകളും ചേർത്ത് വെച്ചിട്ട് രണ്ട് കൈകളിലേക്കും ഊതിയിട്ട് എന്നിട്ട് ഓതണം സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലക്, സൂറത്തുൻ നാസ്. 3 സൂറത്തുകളും ഓതി ശരീരത്തിൽ കയ്യെത്താവുന്ന സ്ഥലത്തൊക്കെ തടവി 3 തവണ ആവർത്തിച്ച് വലതു ഭാഗത്തേക്ക് ചെരിഞ്ഞ് അല്ലാഹുമ്മ, അല്ലാഹുവേ, ബിസ്മിക, നിന്റെ നാമത്തിലാണ്, അമൂതു, എന്റെ മരണം, വഅഹ്യാ, എന്റെ ഇനി ഉറക്കത്തിൽ നിന്ന് രണ്ടാമത് ഒരു ജീവിതത്തിലേക്ക് വന്നാൽ ആ ജീവിതവും റബ്ബേ നിന്റെ നാമത്തിലാണ്. കണ്ടോ, ഉറങ്ങുമ്പോൾ വരെ പ്രാർത്ഥിച്ചും മന്ത്രിച്ചും കിടക്കാൻ പറഞ്ഞ ഒരു മതത്തിന്റെ അനുയായികൾ എങ്ങനെ പോകുന്നു ചിന്നുമ്മമാരെ തേടിക്കൊണ്ട്, എങ്ങനെ പോകുന്നു കെട്ടിപ്പൊക്കിയ ഖബറിന്റെ മുന്നിലേക്ക്, എങ്ങനെ പോകുന്നു ജ്യോത്സ്യന്റെയും സിദ്ധന്മാരുടെയും മുന്നിലേക്ക്, എങ്ങനെ പോകുന്നു ഒരു കഷ്ടം നൂല് കെട്ടി, ഒരു കഷ്ടം ഒരു തകിട് കെട്ടി അതിൽ തവക്കുൽ ചെയ്യാൻ മുസ്ലിം ഉമ്മത്ത് എങ്ങനെ പോകുന്നു? ഖബറിന്റെ മുന്നിലേക്ക് പോകുന്ന വല്യമ്മമാരോടും വല്യപ്പമാരോടും ചോദിച്ചാൽ അവർ പറയും, ഈ ഖബറിൽ കിടക്കുന്നത് പടച്ചവനാണ് എന്നൊന്നും എനിക്ക് വിശ്വാസമില്ല. 3 ആയത്തുകൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. ചെന്നിട്ട് നിങ്ങൾ അമാനി മൗലവിയുടെ തഫ്സീർ എടുത്ത് വായിക്കണം. എന്നെ കേട്ട സമസ്തയിൽപ്പെട്ടവരെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പണ്ഡിതന്മാരുടെ ഉസ്താദുമാരുടെ ഖുർആനിന്റെ പരിഭാഷ എടുത്ത് നിങ്ങൾ വായിക്കണം. 3 സൂറത്തിലെ 3 ആയത്തുകൾ. ഏതാണത്? ഖബറിന്റെ മുന്നിലേക്ക് പോകുന്ന, ഏർവാടി നാഗൂല ജമീർ മുത്തുപേട്ട പോലെ സിയാറത്തിന് വേണ്ടി പോകുന്ന, ലോകത്ത് 3 പള്ളികളെ ആഗ്രഹിച്ചുകൊണ്ട് തീർത്ഥാടന യാത്രയുള്ളൂ. വിശദീകരിക്കണില്ല. ഒന്ന് മക്കത്തെ പള്ളിയാണ്, ഒന്ന് മദീനത്തെ പള്ളിയാണ്, ഒന്ന് ഇന്ന് പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്ന ജെറൂസലമിലെ പള്ളിയാണ്. ഇരിക്കട്ടെ, ബാക്കി എല്ലാ പള്ളികളും നമുക്ക് ഒരുപോലെയാണ്. എന്നാൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് മനുഷ്യർ പള്ളിയോട് കേന്ദ്രീകരിച്ച് നിൽക്കുന്ന, തൊട്ടടുത്ത് നിൽക്കുന്ന ജാറങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് സിയാറത്തുകളാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ ഓതി തന്ന 3 ആയത്തുകളെ ഈ വൈകിയ വേളയിൽ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന് എന്റെ വാക്കുകളും സംസാരവും ഞാൻ അവസാനിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, 39-ാം അധ്യായം സൂറത്ത് സുമറിലെ 3-ാമത്തെ ആയത്താണ്. സമയത്തിന്റെ കുറവ് കൊണ്ട് ആ ഭാഗം മാത്രം ഞാൻ പറയട്ടെ. എന്താ പറഞ്ഞത്? ഈ അല്ലാഹുവല്ലാത്ത ആളുകളെ, അത് പ്രതിഷ്ഠയാകാം, ബിംബമാകാം,
മഹത്തുക്കളാവാം, മഹാരഥന്മാരാകാം. അവരെ തേടി പോകുന്ന ആളുകൾ അന്നത്തെ കാലത്ത് പറഞ്ഞത് എന്താണെന്നറിയോ? മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബുനാ ഇലല്ലാഹി സുൽഫാ. അല്ലാഹുവിലേക്ക് ഞങ്ങളെ ഒരടുപ്പം അടുപ്പിക്കുന്നതിന് വേണ്ടിയല്ലാതെ ഞങ്ങൾ ഇവരെ ആരാധിക്കുന്നില്ല. ഈ കടവത്തൂരിൽ നിന്ന് ഏതെങ്കിലും ജാറത്തെ തേടി പോകുന്ന പാവപ്പെട്ട ഉമ്മയോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ, എന്തിനാ നിങ്ങൾ മമ്പുറത്തേക്ക് പോയത്? എന്തിനാ നിങ്ങൾ അരട്ടക്ക പള്ളിയിലേക്ക് പോയത്? എന്തിനാ നിങ്ങൾ കുഞ്ഞിപ്പള്ളിയിലേക്ക് പോയത്? എന്തിനാ നിങ്ങൾ കാസർഗോഡേക്ക് പോയത്? എന്തിനാ നിങ്ങൾ തിരുവനന്തപുരത്ത് ഭീമാ ഉമ്മാച്ചയുടെ കബറിന്റെ അടുത്ത് പോയത്? എന്തിനാ അതിന് തൊട്ടപ്പുറത്തുള്ള കടുവ പള്ളിയിലേക്ക് പോയത്? എന്തിനാ കോഴിക്കോടിന്റെ ഹൃദയഭാഗത്ത് കിടക്കുന്ന ഷെയ്ഖിന്റെ പള്ളിയിലേക്ക് പോയത്? ഇവര് പറയും, ഈ പാവപ്പെട്ട ഉമ്മ പറയും, ഈ കബറിൽ കിടക്കുന്നത് അള്ളാഹുവാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. പിന്നെ മഹാരഥന്മാരാണ്, വലിയ ഷെയ്ഖാണ്, വലിയ ബീബിയാണ്, വലിയ പേരുകേട്ട ഉമ്മയാണ്. അവർ വലിയ അള്ളാഹുമായി അടുപ്പമുള്ളവരാണ്. അള്ളാഹുവിലേക്ക് പാപികളായ ദോഷികളായ നമ്മളെ അടുപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ പോയത്. ഖുർആൻ പറയാ, കടവത്തൂരിൽ ഇന്ന് പറയുമ്പോ അള്ളാഹ് അറിയിച്ചു തന്നതല്ലല്ലോ. 1400 വർഷങ്ങൾക്ക് മുമ്പ് മുത്തുനബിയുടെ തിരുനാമം കൊണ്ട് ലോകത്തെ കേൾപ്പിച്ചതാ. ആളുകൾ അന്ന് പറഞ്ഞ മറുപടി, മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബുനാ ഇലല്ലാഹി സുൽഫാ. അല്ലാഹുവിലേക്ക് ഞങ്ങളെ ഒരടുപ്പം അടുപ്പിക്കുന്നതിന് വേണ്ടിയല്ലാതെ ഞങ്ങൾ ഇവരുടെ മുമ്പിലേക്ക് പോകുന്നില്ല, ഇവരെ ആരാധിക്കുന്നില്ല. കണ്ടോ, അല്ലാഹുവിലേക്ക് അടുപ്പിക്കാനാ. 2 സൂറത്ത് യൂനുസ് 10-ാമത്തെ അധ്യായം. സൂറത്ത് യൂനുസ്, അതിൽ സുഹൃത്തുക്കളെ അല്ലാഹു തആല പറയാ, കൃത്യമായി കേട്ടോളൂ. ഹാഉലാഇ, അന്നത്തെ ആളുകൾ പറഞ്ഞ മറുപടിയാണ്. ഈ കൂട്ടർ ആരാണ്? ഈ ആഹുലാഹി ആരുമാകാം, എത്ര വലിയ മഹാരഥന്മാരായ ആളുകളുമാവാം. അവർ അമ്പിയാക്കന്മാരാവാം, ഔലിയാക്കന്മാരാവാം, സിദ്ദീഖുകളിൽപ്പെട്ടവരാവാം, ശുഹദാക്കളിൽപ്പെട്ടവരാകാം, ആരുമാകാം. ഹാഉലാഇ ശുഫആഉനാ ഇൻദല്ലാഹ്, ഇവർ ഞങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിന്റെ അടുക്കൽ ശുപാർശ ചെയ്യും. അപ്പൊ പോണതെന്തിനാ? ഒന്ന് അല്ലാഹുവിലേക്ക് അടുപ്പിക്കാൻ. നമ്മളൊക്കെ ദൂരെ നിൽക്കുന്നവരാ, ദോഷികളാണ്, തെറ്റ് ചെയ്തവരാ, പാപം ചെയ്തവരാ, കുറെ മിസ്റ്റേക്ക് ഉള്ളവരാ. ഇവർ അല്ലാഹുമായി അടുത്തവരാ, നമ്മൾ അടുപ്പിക്കും. പറയരുത് എന്ന് ഖുർആൻ, പറയരുത് എന്നാ ഖുർആൻ പറഞ്ഞത്. അത് വിശ്വാസി പറയരുത്. 2 ഹാഉലാഇ ശുഫാഉനാ ഇൻദല്ലാഹ്, അല്ലാഹുവിലേക്ക് ഇവർ ശുപാർശ ചെയ്യും. ഈ കബറിൽ കിടക്കുന്ന ആള് എനിക്ക് വേണ്ടി അല്ലാഹുവിനോട് പറയും. ഇത് പറഞ്ഞുകൊണ്ട് പോവരുത് എന്നാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്. 3-ാമത്തെ സൂറത്ത് ശുഅറാ, സൂറത്ത് ശുഅറാ, അതിലെ 71 മുതൽ 74 വരെയുള്ള ആയത്തുകൾ നിങ്ങൾ മറിച്ചു നോക്കിക്കോ. 26-ാമത്തെ അധ്യായമാണ് സൂറത്ത് ശുഅറാ. ആദ്യം പറഞ്ഞ 39-ാം അധ്യായം സൂറത്ത് സുമർ, 2-ാമത് പറഞ്ഞ സൂറത്ത് യൂനുസ് 10-ാമത്തെ അധ്യായം. ഇപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് 3-ാമത്തെ ആയത്ത് പറയാനാ. സൂറത്ത് ശുഅറാ 26-ാം അധ്യായം 70 മുതൽ 74 വരെയുള്ള വചനങ്ങൾ. അതിൽ പറയുന്നത്, ഇവർ വല്ല ഉപദ്രവവും വരുത്താൻ കഴിവുള്ളവരാണോ? വല്ല ഉപകാരവും ചെയ്യാൻ ഇവർക്ക് കഴിയുമോ എന്ന് അവരോട് ചോദിച്ചാൽ, ഈ കബറിന്റെ മുന്നിൽ പോയി നിൽക്കുന്നവരോട് ചോദിച്ചു നോക്കൂ നിങ്ങൾ, ഇവർ ഉപദ്രവം നടത്തുമോ? ഇവർ ഉപകാരം ചെയ്യുമോ? ചില ആളുകൾ പറയും, അവർ ഉപകാരം ചെയ്യോ, ഉപദ്രവം വരുത്തോ, അതൊന്നും ഞങ്ങൾക്കറിയേണ്ട ആവശ്യമില്ല. ഖുർആൻ പറഞ്ഞതാ, ഖാലു, അവർ പറഞ്ഞു, ബൽ, മറിച്ച്, വജദിനാ, വജദിനാ, ഞങ്ങൾ കണ്ടു, ആബാഅന, ഞങ്ങളുടെ വാപ്പമാരെ വല്ലിപ്പമാരെ, കദാലിക യഫ്അലൂൻ, ഇങ്ങനെ ചെയ്യുന്നവരായിട്ടാണ്. ഞങ്ങൾക്ക് അതിന്റെ ഐഡിയകളൊന്നും അറിയില്ല. ഞങ്ങൾ ഉപകാരം ചെയ്യോ, ഉപദ്രവം വരുത്തോ, അതൊന്നും ചിന്തിക്കണില്ല. ഞങ്ങളെ വാപ്പ, ഞങ്ങളുടെ വല്ലിപ്പ, ഞങ്ങളുടെ ഉപ്പാന്റെ ഉപ്പ, ഉപ്പാന്റെ ഉപ്പാന്റെ ഉപ്പ, അവരൊക്കെ ചെയ്തു വന്ന രീതിയാണ് ഞങ്ങൾ ചെയ്യുന്നത്. വജദിനാ ആബാഅന, ഞങ്ങളുടെ വല്ലിപ്പമാരെയൊക്കെ ഞങ്ങൾ കണ്ടത്. കദാലിക യഫ്അലൂൻ, ഇങ്ങനെ പോകുന്നവരായിട്ടാണ്, ഇങ്ങനെ ചെയ്യുന്നവരായിട്ടാണ്, ഇങ്ങനെ വിളിക്കുന്നവരായിട്ടാണ്, ഇങ്ങനെ പറയുന്നവരായിട്ടാണ്. അതിനപ്പുറം ഞങ്ങൾ ആലോചിക്കുന്നില്ല. നിങ്ങൾ പുത്തൻ വാദവുമായി വരണ്ട. ഇതാണ് മനുഷ്യർ പറയാ എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ, കടവത്തൂരിലെ മുസ്ലിങ്ങളെ, നാളെ പരലോകം രക്ഷപ്പെടാനാണ്. ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് ജീവനാഡിയേക്കാൾ അടുത്താണ്. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅാനി. അള്ളാന്റെ ഖുർആൻ പറയാ, നബിയേ, എന്നെ പറ്റി എന്റെ അടിമ ചോദിച്ചാൽ, എന്നെ പറ്റി ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കണം, പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കാൻ ഞാൻ അടുത്തുണ്ട്. അള്ളയാണ് ഏറ്റവും അടുത്തത്.
ജീവനാഡിയേക്കാൾ അടുത്തത്. പിന്നെന്തിനാ അതിനിടയിൽ ഒരാളെ വെക്കുന്നത്? അല്ല നമ്മളുമായി അടുത്തു നിൽക്കുന്നു. നമ്മുടെ ഏത് പതിരാത്രിയിലും നമ്മുടെ വിളി കേൾക്കുന്നവൻ, മനസ്സറിയുന്നവൻ, മനസ്സിന്റെ തുടിപ്പും മിടിപ്പും അറിയുന്നവൻ, ഖൽബിന്റെ ഹൃദയത്തിന്റെ തുടിപ്പറിയുന്നവൻ, നമ്മളെ ജനിപ്പിച്ചവൻ, ഇപ്പോൾ എന്തുണ്ട് അവസ്ഥ എന്നറിയുന്നവൻ, നാളെ എവിടെ വെച്ച് മരിക്കുമെന്നറിയുന്നവൻ, പാസ്റ്റ് ഇല്ലാത്തവൻ, പ്രസന്റ് ഇല്ലാത്തവൻ, ഫ്യൂച്ചർ ഇല്ലാത്തവൻ, മരണമില്ലാത്തവൻ. എന്നിട്ട് ആ റബ്ബിനെ വിട്ട് എന്തിനാണ് മനുഷ്യരെ അവന്റെ സൃഷ്ടികളിലേക്ക് പോകുന്നത്? ചിന്തിക്കുക, ആലോചിക്കുക, ചിന്തിക്കുക, ആലോചിക്കുക. നബിയെ ഒരു പ്രഖ്യാപനം നടത്തുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു പറയാ, നബിയെ പ്രഖ്യാപിക്കുക. എന്താ പ്രഖ്യാപിക്കേണ്ടത്? ഖുൽ, പറയൂ നബിയെ, ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യൂ. ഇനി അവസാനിപ്പിക്കുമ്പോൾ പറയാനുള്ളത്, കടവത്തൂരിൽ എന്നെ കേട്ടവരോട് പ്രിയപ്പെട്ടവരെ പറയാനുള്ളത്, ഖുർആനിൽ എത്ര പ്രാർത്ഥനകളുണ്ട്. റബ്ബന ആതിന ഫിദ്ദുനിയ, റബ്ബന വലംന അൻഫുസന, റബ്ബി ഇശ്റഹ് ലി സദ്രി, റബ്ബി ഹബ്ലി. ഇങ്ങനെ എത്ര പ്രാർത്ഥനകളാണ് ഖുർആനിൽ. ഇവിടുത്തെ എല്ലാ മുസ്ലിങ്ങൾക്കും അറിയില്ലേ നൂറുകണക്കിന് പ്രാർത്ഥന. എല്ലാ പ്രാർത്ഥനയും അല്ലാഹുവിനോടാണ്. എല്ലാ പ്രാർത്ഥനയും അല്ലാഹുവിനോട്. ഒരു പ്രാർത്ഥന ഖുർആനിൽ ഏതെങ്കിലും ഒരു നബിയോടുണ്ടോ? ഇല്ല. ഒരൊറ്റ സംശയത്തിനും ഇടമില്ലാത്ത വിധം ഉറപ്പിച്ചു പറയാ, ഒരൊറ്റ ദുആ ഖുർആനിൽ അല്ലാഹുവിനോടല്ലാതെ ഒരു നബിയോടില്ല, ഒരു വലിയനോടില്ല. ജീവിതത്തിൽ ചൊല്ലാനുള്ള മറ്റു നിത്യജീവിതത്തിലെ പ്രാർത്ഥനകളോ കിടക്കാൻ നേരത്തെ ഞാൻ പറഞ്ഞു. ഇനി ഉണർന്നാലോ 2 മണിക്ക് 3 മണിക്ക് 12 മണിക്ക് ഉറക്കത്തിൽ ഉണർന്നാൽ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. അല്ലാഹുവോടാ രാവിലെ എണീറ്റിട്ട് ടോയ്ലറ്റ് പോകുമ്പോൾ പറയാനുള്ളത് എന്താ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബസി വൽ ഖബായിസ്. അല്ലാഹുവോടാ. ടോയ്ലറ്റിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പറയാൻ ഗുഫ്റാനക്. അല്ലാഹുവോടാ. വീട്ടിൽ നിന്ന് പള്ളിക്ക് പോവുക, വീട്ടിൽ നിന്ന് ഒരു യാത്ര പോവുക, ബിസ്മില്ലാഹ് തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുവോടാ. വാഹനത്തിൽ കയറിയാലോ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ തുടങ്ങുന്ന ദുആ അല്ലാഹുവോടാ. പള്ളിക്ക് കയറുകയാണെങ്കിലോ നബിയുടെ പേരിൽ സ്വലാത്ത്, അല്ലാഹുമ്മ ഇഫ്തഹ് ലീ അബ്വാബ റഹ്മതിക്. അല്ലാഹുവോടാ. പള്ളി കയറി നിസ്കാരം മുഴുവനും അല്ലാഹുവോടാ. എല്ലാ ദിക്റും അല്ലാഹുവോടാ. പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴോ നബിയുടെ പേരിൽ ഒരു സ്വലാത്ത്, എന്നിട്ട് അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫളിക. അല്ലാഹുവോടാ. ഒരു പുതിയ വസ്ത്രം കിട്ടിയാലോ അല്ലാഹുവോടാ. എല്ലാ പ്രാർത്ഥനയും ദിക്റും അല്ലാഹുവോടാ. എന്തിനാണ് സഹോദരങ്ങളെ, എന്തിനാണ് മുസ്ലിങ്ങളെ, എന്തുകൊണ്ടാണ് മുസ്ലിങ്ങളെ റബ്ബല്ലാത്ത ആളുകളോട് നിങ്ങൾ ദുആയിലും പ്രാർത്ഥനയിലും ഏർപ്പെട്ടു പോകുന്നത്? എന്തിനാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ കൂട്ടത്തിൽ ജീവിച്ചു മരിച്ചുപോയ CM എന്ന് പറയുന്ന ഒരു മനുഷ്യനെ അല്ലാഹുവിന്റെ ദറജയിലേക്ക് ഉയർത്തുന്നത്? നഊദു ബില്ലാഹ്. CM-ന് അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. എന്തിനായി CM-ന് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ പറഞ്ഞത്? CM സുഖമില്ലാതെ മരിച്ച ഒരാളാ. മനസ്സിലായില്ലേ? സുഖമില്ലാതെ മരിച്ച ഒരാളാ. നമ്മുടെ നാട്ടിൽ മാനസിക രോഗം വന്നിട്ട് ഒരാൾ മരിച്ചാൽ അയാൾക്ക് അല്ലാഹുവിന്റെ അടുത്ത് കുറ്റം കിട്ടുമോ? ഇല്ല. CM ഒരിക്കൽ പറഞ്ഞു, അനല്ലാ, ഞാനാണ് അല്ലാഹ്. അത് പ്രസംഗിച്ച് നടക്കുന്ന ആളെയാണ് ഇപ്പോ ചികിത്സ കൊടുക്കേണ്ടത്. മനസ്സിലായില്ലേ? അത് പ്രസംഗിച്ച് നടക്കുന്ന ആൾക്കാണ് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടത്. CM പറഞ്ഞിട്ടുണ്ട് അനല്ലാ, ഞാനാണ് അല്ലാഹ്. അതിപ്പോ ഒരാള് പ്രസംഗിച്ചടക്ക യൂട്യൂബിലൊക്കെ ഉണ്ട്. അങ്ങനെ പറഞ്ഞത് കേട്ട ആളുകളുണ്ട്, സനതുണ്ട്. ഉണ്ടാവും. CM-ന് സുഖമില്ലാത്ത ആളാ. കടവത്തൂരിൽ സുഖമില്ലാത്ത ആളെ പറയും ഞാനാ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന്. അയാൾക്ക് സുഖമില്ലാത്തോണ്ട് പറയാണ് എന്ന പോലെ CM പറഞ്ഞിട്ടുണ്ട് അനല്ലാ, ഞാനാണ് അല്ലാഹ്. ഇതിനു മുമ്പ് അഹങ്കാരം കൊണ്ട് ഒരാൾ പറഞ്ഞിട്ടുണ്ട്. അതാ ഫിറഔന് അന റബ്ബുക്കുമുൽ അഅ്ലാ. അത് അഹങ്കാരം കൊണ്ട് പറഞ്ഞതാ. CM പറഞ്ഞതോ സുഖമില്ലാത്തത് കൊണ്ടാ. CM എന്നവിടെ മനുഷ്യൻ സ്വർണ്ണമാലിട്ടതോ അറിയാത്തത് കൊണ്ട്, സുഖമില്ലാത്തത് കൊണ്ടാ. CM എന്ന മനുഷ്യൻ പ്രിയപ്പെട്ടവരെ സിഗരറ്റ് വലിക്കുക, നോമ്പിന് വെള്ളം കുടിക്കുക, സുഖമില്ലാത്തത് കൊണ്ടാ. മനസ്സിലായില്ലേ? കാണാൻ വന്നവരെ കൊണ്ട് സിഗരറ്റ് വലിപ്പിക്കുക, സുഖമില്ലാത്തത് കൊണ്ടാ. ആ മനുഷ്യൻ അല്ലാഹു പുറത്തു കൊടുക്കട്ടെ എന്ന് ഞാൻ പറയാൻ എന്താ അറിയോ? സുഖമില്ലാതെ മരിച്ചു പോയത് കൊണ്ടാ. ഈ സുഖമില്ലാത്ത മനുഷ്യനെ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നത് CM ആണെന്ന് പറയാൻ മുസ്ലിങ്ങളെ എങ്ങനെയാണ് നാവിന് ശക്തി ഉണ്ടാകുന്നത്? എങ്ങനെയാണ് നാവിന് ശക്തി ഉണ്ടാകുന്നത്? ഖബറിൽ കിടന്നുകൊണ്ട് ഫ്ലൈറ്റുകൾ പോകുന്നത് കാണുന്നു, ട്രെയിനുകൾ പോകുന്നത് കാണുന്നു. ഒന്നും കൂട്ടിമുട്ടാതെ കൺട്രോൾ ചെയ്യുന്നത് CM ആണെന്ന് പ്രസംഗിക്കുന്നവർ അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ എന്ന് പറയുകയല്ലാതെ മറ്റൊരു മാർഗം നമ്മുടെ മുമ്പിലില്ല. പിന്നെ അല്ലാഹുവിന് എന്ത് പദവിയാണ് പ്രിയപ്പെട്ടവരെ? അല്ലാഹ് കാണുന്നതെല്ലാം അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ കാണും.
അള്ളാഹ്ക്ക് അറിയുന്നതെല്ലാം അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് അറിയുമെന്ന് പ്രസംഗിക്കുന്നത് ഏതെങ്കിലും ഒരു പള്ളി ദർസിൽ പഠിക്കുന്ന ഒരു ചെറിയ ഉസ്താദ് കുട്ടിയല്ല. വലിയ പ്രസ്ഥാനത്തിന്റെ അമരക്കാരായി അറിയപ്പെടുന്നവരാ, ഒരു വലിയ പ്രസ്ഥാനത്തിന്റെ നേതാവായി അറിയപ്പെടുന്ന ആളാ പറയുന്നത് അള്ളാഹ്ക്ക് അറിയുന്നതെല്ലാം അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരായ മഹത്തുക്കൾക്ക് അറിയും. പക്ഷെ അള്ളാഹ് അറിയുന്നത് പോലെ അറിയുമെന്നല്ല, അള്ളാഹ്ക്ക് അറിയുന്നതൊക്കെ അറിയും എന്ന് പ്രസംഗിച്ചത് ബഹുമാന്യനായ സമസ്തയുടെ അമരക്കാരനായി നിൽക്കുന്ന ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ്. എന്താ അദ്ദേഹം പറഞ്ഞ വാക്ക്? അള്ളാഹ് അറിയുന്നതെല്ലാം സുന്നികൾ പറയുന്നു അള്ളാഹുവിന്റെ മഹത്തുക്കളായ ഔലിയാക്കന്മാർക്ക് അറിയും, പക്ഷെ അള്ളാഹ് അറിയുന്നത് പോലെ അറിയുമെന്നല്ല. എന്തായിക്കോട്ടെ, അള്ളാഹ് അറിയുന്നതൊക്കെ അറിയും. പിന്നെ അള്ളയും അള്ളാന്റെ സൃഷ്ടികളും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? എന്ത് വ്യത്യാസമാണുള്ളത്? ഇത് ചിന്തിക്കണമെന്ന് ഞാൻ മുസ്ലിം ഉമ്മത്തിനോട് പറയുകയാണ്. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ വീണ്ടും പറയുന്നു, എന്റെ 1.5 മണിക്കൂർ സമയം അവസാനിക്കുകയാണ്. സർവശക്തനായ അള്ളാഹുവിന്റെ ദീന് ഏതൊരാൾക്കും മനസ്സിലാകുന്ന വിധത്തിലാണ് നമ്മുടെ മുമ്പിൽ അല്ലാഹു തആല തുറന്നു വെച്ചിട്ടുള്ളത്. കെട്ടിക്കുടുക്കുകളില്ലാത്ത മതമാണ് അള്ളാഹുവിന്റെ ദീന്. ഇവിടെ വന്ന സഹോദരിമാരെ, ഇവിടെ വന്ന സഹോദരങ്ങളെ, ചെറുപ്പക്കാരെ, നിങ്ങൾ അള്ളാഹുവിന്റെ ദീനിനെ പഠിക്കണം. കടവത്തൂരിൽ നിന്ന്, ദൂരെ നിന്നോ അടുത്തു നിന്നോ ഈ സംസാരം കേട്ടവരെ, നിങ്ങൾ ദീനിനെ കുറിച്ച് പഠിക്കണം. നാളെ ഞാൻ ആവർത്തിച്ച് പറയുന്നു, നമ്മുടെ കയ്യിൽ അല്ലാഹു തആല അവന്റെ കോടതിയിൽ രേഖ തരുമ്പോ അന്തം വിട്ടുകൊണ്ട് നമ്മളൊക്കെ പറയുന്ന ഒരു വാക്കുണ്ട്, മാലി ഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. പടച്ചോനെ, ഇതെന്തൊരു ഗ്രന്ഥമാണ്, ചെറുതും വിട്ടുപോയില്ല, വലുതും വിട്ടുപോയില്ല, എല്ലാം ഇതിൽ രേഖപ്പെടുത്തി കിടക്കുന്നു. പടച്ചവനെ, ഇതെന്തൊരു ഗ്രന്ഥമാണ് എന്ന് പറഞ്ഞു പോകുന്ന ഒരു ദിവസം വരാനുണ്ട് പ്രിയപ്പെട്ടവരെ. ജഹീമെന്ന, ജഹന്നമെന്ന, ലളയെന്ന, ഹതമയെന്ന, വൈലെന്ന, സഖറെന്ന, അന്നാറെന്ന ഭീകരമായ നരകം അല്ലാഹു ഒരുക്കി കഴിഞ്ഞു. ആ നരകത്തിലേക്ക് വലിച്ചെറിയുമ്പോ പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ പറയുന്ന ഒരു വാക്കുണ്ട്, ഒന്ന് ചിന്തിച്ചിരുന്നുവെങ്കിൽ, ഒന്ന് കേട്ടിരുന്നുവെങ്കിൽ ഞങ്ങൾ ഈ നരകത്തിന്റെ ആളുകളായി മാറുമായിരുന്നില്ല. ഇതാ കടവത്തൂരിന്റെ മണ്ണിൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ കറകളഞ്ഞ തൗഹീദ്, അമാനി മൗലവി തഫ്സീർ എഴുതി കേരളക്കരയെ പഠിപ്പിച്ച തൗഹീദ് അല്ലേ? അതിനു മുമ്പ് കഴിഞ്ഞു പോയ മഹത്തുക്കളായ പണ്ഡിതന്മാർ, ഉമർ മൗലവിയെ പോലെ, സയ്യിദ് മൗലവി രണ്ടത്താനിയെ പോലെ, കെ എം മൗലവിയെ പോലെ, അലവി മൗലവിയെ പോലെ, അബ്ദുസ്സലാം മൗലവിയെ പോലെ ആരൊക്കെ കേരളക്കരയിൽ അമരക്കാരായി കടന്നുപോയോ ആ നേതാക്കന്മാർ ഈ കേരളക്കരയിലെ മുക്കുമൂലകളിൽ വന്ന് വാഹന സൗകര്യമില്ലാതെ നടന്നു വന്ന് ഉച്ചൈസ്തരം തൗഹീദ് പ്രഖ്യാപിച്ചതുപോലെ ഇതാ കടവത്തൂരിന്റെ മണ്ണിൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നിങ്ങളെ കേൾപ്പിച്ചിരിക്കുന്നു. അല്ലാഹുമ്മ ഷ്ഹദ്, റബ്ബ് സാക്ഷിയാണ്. എല്ലാ മേഖലയും കേൾപ്പിച്ചിട്ടില്ല, ഒരു ഭാഗം നിങ്ങളെ കേൾപ്പിച്ചിരിക്കുകയാണ്. ഇത് റബ്ബ് സാക്ഷിയാണ്. ഈ പ്രോഗ്രാം സംഘടിപ്പിച്ച സംഘാടകർക്ക് അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വെടിപിടിച്ചു പോകുന്ന നമ്മുടെ ഈ മക്കൾ തെറ്റിപ്പോകാൻ സാധ്യതയുള്ള ഈ കാലഘട്ടത്തിൽ സർവശക്തനായ അല്ലാഹു പടച്ചവന്റെ ദീനിൽ ഉറച്ചു നിൽക്കാനുള്ള പ്രാപ്തിയും കഴിവും അല്ലാഹു നമുക്കും നമ്മുടെ മക്കൾക്കും ഒക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ. കടവത്തൂരിൽ ഈ ശബ്ദം കേൾക്കാൻ വന്നവർ, ദൂരെ നിന്ന് കേട്ടവർ, അല്ലാഹുവേ, ജീവിതത്തിൽ ഒരു വഴിത്തിരിവായി ഈ സംസാരത്തിലൂടെ ചിലത് ചിന്തിക്കാനും ആലോചിക്കാനും അവരുടെ മനസ്സുകൾക്ക് സാധിക്കുന്ന വിധത്തിൽ അല്ലാഹുവേ ചില ടേണിംഗ് പോയിന്റുകൾ നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാഹുവേ. നിന്റെ ദീനിന്റെ ദഅവാ രംഗത്ത് എല്ലാം മറന്ന്, ശാരീരിക അസ്വസ്ഥതകളെല്ലാം മറന്ന് റബ്ബേ, നിന്റെ ദഅവത്തിന്റെ മേഖലയിൽ 2 മണിക്കൂറും 3 മണിക്കൂറും ഒക്കെ ഞങ്ങൾ ഉയർത്തി കുളിച്ച് സംസാരിക്കുന്നത് അല്ലാഹുവേ ആരുടെ മുമ്പിലും പൊങ്ങച്ചത്തിന് വേണ്ടിയല്ല, ആരുടെ മുമ്പിലും ഗർവിന് വേണ്ടിയല്ല. സ്ഖലിതങ്ങൾ ഉണ്ടെങ്കിൽ, തെറ്റുകൾ ഉണ്ടെങ്കിൽ, വാക്ക് പിഴവുകൾ ഉണ്ടെങ്കിൽ, അക്ഷരങ്ങൾ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ തിരുത്തി വായിക്കാനുള്ള നല്ല ബുദ്ധിയും മനസ്സും ഇത് കേട്ടവർക്ക് നീ നൽകണേ അല്ലാഹുവേ. മുസ്ലിം ഉമ്മത്തിനെ നീ ഐക്യത്തിലാക്കി തൗഹീദിന്റെ പ്രബോധനം നിർവഹിക്കാൻ, ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാഹുവേ. ശാരീരികമായി ഈ ദഅവാ സംരംഭങ്ങളെ സഹായിക്കുന്നവർക്ക് നീ അർഹമായ പ്രതിഫലം നൽകണേ സാമ്പത്തികമായി സഹായിക്കുന്നവർക്ക് നീ വർധനവ് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹുവേ. ഞങ്ങളൊക്കെ സ്റ്റേജിൽ കയറി നിൽക്കുന്നത് കൊണ്ട് പലരും ഞങ്ങളെ അറിയും റബ്ബേ. ഞങ്ങളെക്കാൾ രാവും പകലും വ്യത്യാസമില്ലാതെ ഓടി നടന്ന് ഇതിനു വേണ്ടി അധ്വാനിക്കുന്ന, ആയിരക്കണക്കിന് വീടുകൾ കയറി ഇറങ്ങുന്ന, നോട്ടീസുകളുമായി പോകുന്ന
വീടുകൾ കയറി ഇറങ്ങി അള്ളാഹുവിന്റെ ദീനിലേക്ക് ക്ഷണിക്കുന്ന റബ്ബേ, നിന്റെ മാർഗത്തിൽ അധ്വാനിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സാധാരണക്കാരായ പ്രവർത്തകന്മാർക്ക് അള്ളാഹുവേ നീ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. സഹോദരിമാരുടെ അള്ളാഹുവെ ശ്രമം കൊണ്ട് ഒരുപാട് സഹോദരിമാർക്ക് ദീന് എത്തിക്കുവാനും കേൾപ്പിക്കുവാനും ചിന്തിപ്പിക്കുവാനും സാധിച്ചിട്ടുണ്ട്. അള്ളാഹു അവർക്കും നീ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. നേരത്തെ ഇവിടെ അർഷദ് അൽ ഹികമി സൂചിപ്പിച്ചതുപോലെ നമ്മളൊക്കെ എപ്പോഴും പീസ് റേഡിയോയിൽ കേൾക്കുന്ന ഹാരിസ് ഇബ്നു സലീം, അദ്ദേഹത്തിന്റെ അസുഖത്തെ അള്ളാഹു പൂർണ്ണമായി ഭേദമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ പ്രബോധകന്മാരിൽ പലരും ശബ്ദത്തിന്റെ തകരാറുകൾ കൊണ്ട് ട്രീറ്റ്മെന്റിലാണ്. ഷാഫി സബാഹിയെ പോലെ, സുബൈർ സലഫിയെ പോലെ, അതുപോലെ തന്നെ കുഞ്ഞാലി മദനിയെ പോലെ ഒരുപാട് ആളുകൾ, സുഹൃത്തുക്കളെ, ശബ്ദത്തിന്റെയും ശരീരത്തിന്റെ ഒക്കെ ചില പ്രശ്നങ്ങൾ കൊണ്ട് ട്രീറ്റ്മെന്റിലാണ്. അവർക്കൊക്കെ അള്ളാഹു ആശ്വാസം നൽകുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങളുടെ പ്രബോധകന്മാരിൽ അള്ളാഹുവെ ശാരീരികമായ അസ്വസ്ഥത അനുഭവിക്കുന്നവർ, ഞങ്ങളുടെ പ്രവർത്തകന്മാരിൽ ശാരീരികമായ അസ്വസ്ഥത അനുഭവിക്കുന്നവർ, മാനസികമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ, ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിൽ പ്രശ്നങ്ങളുള്ളവർ, അള്ളാഹുവെ നീ പരിഹാരം ഉണ്ടാക്കി കൊടുക്കണേ അല്ലാ. അള്ളാഹുവെ നിന്റെ മദ്രസക്ക് വേണ്ടി, പള്ളിക്ക് വേണ്ടി, ദഅവത്തിന് വേണ്ടി വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയാതെ ചെലവഴിക്കുന്നവർ ഈ സദസ്സിലുണ്ട്. അള്ളാഹുവെ നിനക്കറിയുമല്ലോ, അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അള്ളാഹുവെ, ഇന്ന് മരണ വാർത്ത കേട്ടതുപോലെ ഇന്നലകളിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ മരിച്ചുപോയ ഭർത്താക്കന്മാർക്ക്, ഞങ്ങളുടെ ഭാര്യമാർക്ക്, ഞങ്ങളുടെ ഉപ്പ ഉമ്മമാർക്ക്, ഞങ്ങളുടെ ജേഷ്ഠാനിയന്മാർക്ക്, ഞങ്ങളുടെ സഹോദര സഹോദരിമാർക്ക്, ഞങ്ങളുടെ മക്കൾക്ക് അള്ളാഹുവേ നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ക്രൂരമായ അല്ലെങ്കിൽ അതികഠിനമായ സഹിക്കാനാവാത്ത വാക്കുകൾ പറഞ്ഞു പോകാൻ തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള ശക്തമായ രോഗം കൊണ്ട് അള്ളാഹുവേ നീ പരീക്ഷിച്ചവരുണ്ട്. അവരുടെ വാക്കുകൾ പോലും നിയന്ത്രിക്കാനാവാത്ത വിധത്തിൽ ചില വാക്കുകൾ പുറത്തു വരാൻ സാധ്യതയുള്ള വിധത്തിൽ അതികഠിനമായ വേദന അനുഭവിക്കുന്ന, വയറിനൊക്കെ ക്യാൻസർ ബാധിച്ച രോഗികളുണ്ട്. അള്ളാഹുവേ, നിന്റെ ദീനിൽ ഉറച്ചു നിൽക്കാൻ അവർക്ക് നീ തൗഫീക്ക് നൽകണേ അല്ലാ. അവരുടെ രോഗത്തെ നീ ഭേദമാക്കി കൊടുക്കണേ അല്ലാ. അള്ളാഹുവേ, ഞങ്ങളുടെ മക്കൾ പല സ്ഥലങ്ങളിലുമാണ് പഠിക്കുന്നത്. അള്ളാഹുവേ, ഈ ലോകത്തെ പേടിക്കുന്നു, ഈ കാലഘട്ടത്തെ ഭയപ്പെടുന്നു. റബ്ബേ, ഞങ്ങളുടെ മക്കൾക്ക് ദീനിൽ ഉറച്ചു നിൽക്കാൻ, നല്ല കൂട്ടായ്മ ഉണ്ടാവാൻ, നല്ല സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാവാൻ, നിന്റെ ദീനിന്റെ പ്രചാരകരായി മാറാൻ ഞങ്ങളുടെ മക്കളെയും ഞങ്ങളെയും ഒക്കെ നീ സഹായിക്കണേ അല്ലാ. ലോകത്തിന്റെ നാനാഭാഗത്ത് അല്ലാഹുവേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിന്റെ പേരിൽ വേദനിക്കുന്ന, ഫലസ്തീനിലെ മണ്ണിൽ വേദനിക്കുന്ന മക്കൾ, മരിച്ചുപോയ ഒരുപാട് സഹോദരങ്ങൾ, സഹോദരിമാർ, മക്കൾ, അവർക്ക് നീ അല്ലാഹുവേ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. ഇന്നും വേദനിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അറുതിയും ആശ്വാസവും ഉണ്ടാക്കണേ അല്ലാ. ഒരു സ്വതന്ത്ര ഫലസ്തീൻ നൽകി അവരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, കടത്തിലകപ്പെട്ട് എന്തു ചെയ്യണമെന്നറിയാതെ വേദനിക്കുന്നവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ആശ്വാസം ഉണ്ടാക്കി കൊടുക്കണേ അല്ലാ. ഹലാലായ മാർഗം അവിടെ മുമ്പിൽ തുറക്കണേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.